ഇപ്പോൾ വിഷു ആ മൂവാണ്, വിഷുവിന് നമ്മുടെ മൂവി റിലീസാണ്. സോ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ വേറെ 2 മൂവീസും കൂടി ഇറങ്ങുന്നുണ്ട്. അതിൽ നിന്ന് ആലപ്പുഴ ജിംഖാന എങ്ങനെ വേറിട്ട് നിൽക്കും? ഞാൻ ഏപ്രിൽ 10 വേണ്ടി വെയിറ്റ് ചെയ്യണം. ആ 2 പടം കാണണമല്ലോ, നല്ല അറിവുള്ളത് എങ്ങനെ വേറിട്ട് നിൽക്കുമെന്നുള്ളത് ഞാൻ കണ്ടിട്ടില്ല. അയ്യേ പരദൂഷണോ. തിങ്ക് മ്യൂസിക് എന്ന് പറയുന്ന ഒരു മ്യൂസിക് കമ്പനി ആയിട്ടാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത്. അവർക്ക് നമ്മൾ കമ്മിറ്റ് ചെയ്തിരിക്കുന്ന 10 പാട്ടുകളാണ് വീഡിയോ. അപ്പോൾ ഫൈറ്റ് മാത്രമല്ല, ഏകദേശം അത്രയും തന്നെ ഫൈറ്റുകൾ, ആക്ഷൻ സീക്വൻസ്. പക്ഷെ അത് അങ്ങനെ ഒരു ത്രൂ ഔട്ട് ആക്ഷൻ ഫൈറ്റ് പീസുകളല്ല. പെമ്പിള്ളേരെ റോട്ടിൽ കൂടെ നടക്കാൻ നീ സമ്മതിക്കില്ല അല്ലേ? നീയാണ് ഈ അലവലാതി ഷാജി അല്ലേ? അതെന്ത് എന്നെ നോക്കുന്നത്? പറഞ്ഞല്ലോ അലവലാതി ഷാജി എന്ന് വിളിക്കാം. എത്ര സേഫായിട്ട് നോക്കിയാലും എവിടെയെങ്കിലും നല്ല 1-2 എണ്ണം കിട്ടും. എത്ര എണ്ണം കിട്ടി ഞാനായിട്ട് പറയുന്നില്ല, കണക്ക് അത് സംഭവിച്ചു പോകും. ഇറ്റ് ഹാപ്പൻസ് അല്ലേ? സ്പോർട്സ് അല്ലേ മോനെ. ആസ് എൻ ആക്ടർ എന്ന് പറയുമ്പോ പയ്യൻ കൊള്ളാടാ, കുഴപ്പമില്ല. ബട്ട് കുറച്ചും കൂടെയൊക്കെ ഇമ്പ്രൂവ് ആവാനുണ്ട് പല ഏരിയകളിലും. പിച്ച വെച്ച് തുടങ്ങുന്നല്ലേ ഉള്ളൂ. റഹ്മാൻ ട്രെയിൻ ചെയ്യുന്ന കുറച്ച് സാധനങ്ങളുണ്ട് അതിനകത്ത്. ലൈക്ക് ഇങ്ങനെ ഇടിക്കണം എന്ന് പറഞ്ഞു കൊടുക്കുന്ന ചില സീക്വൻസുകളുണ്ട്. ആ ട്രെയിനിങ് എങ്ങനെയായിരുന്നു? അതൊക്കെ ഇപ്പൊ പോയി ഷൂട്ട് ചെയ്തു. കണ്ണിലുണ്ണിയാണ്. ഖാലിദ് റഹ്മാൻ കുറച്ച് സ്ട്രിക്റ്റ് ഡയറക്ടറാണ് കേട്ടിട്ടുണ്ട്. കിംവദന്തി ശരിയാണ്. ഉണ്ടായിരുന്നു സെറ്റിൽ? ശരിക്കും നിങ്ങൾ റിയൽ ലൈഫിൽ ഇടി ഇല്ല, മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നത് വളരെ മോശം. പപ്പ പറഞ്ഞിട്ടുണ്ട്. ശരിക്കും അങ്ങനെ ആ ഓഡീഷൻ അന്ന് പോയില്ലായിരുന്നെങ്കിൽ ഇപ്പൊ എവിടെയായിരിക്കും? പപ്പയുടെ ആഗ്രഹം IPS ആയിരുന്നില്ലേ? പപ്പ അങ്ങനെ പറഞ്ഞിരുന്നു IPS വേണമെന്ന്. പിന്നെ എനിക്കത് ഇൻട്രസ്റ്റഡ് ആയിരുന്നില്ല. ഇവനൊരു ട്വിൻ ബ്രദർ ഉണ്ടല്ലോ, അപ്പോ ഇവർക്കിടയിൽ ആരാ പപ്പയുടെ ആഗ്രഹം സാധിക്കും എന്നുള്ളതായിരുന്നു. ഇവൻ സിനിമയിലേക്ക് വന്നുകൊണ്ട് ആ വിദ്യ അവന്റെ തലയിലായി. തല്ലുമാല ഉണ്ടൊഴിച്ച് ബാക്കിയുള്ള സിനിമ ലവ്, അതൊക്കെ അതിനകത്തൊക്കെ നായകന്മാരെ തല്ലുന്ന ഒരു സംഭവമുണ്ട്. അപ്പോൾ ഈ സിനിമയിലും അങ്ങനെ ഒരു സംഭവം ഉണ്ട്, കണ്ടു. അപ്പം അത് ഇത്ര വലിയ പുതിയ കാര്യമൊന്നുമല്ല. താൻ എത്രയാണോ തല്ലിയിട്ടുണ്ട് ചെറുപ്പക്കാരനെ ഇതുവരെ? ചുമ്മാ വെറുതെ. ബോയ് ഫ്രണ്ട് ഉണ്ടോ? കല്യാണം വരെ വെറുതെ. അല്ല, ആക്ഷൻ സീക്വൻസ് ഇതേപോലെ ഷൂട്ട് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അതിൽ പക്ഷേ ഇൻവോൾവ് ചെയ്യുന്നത് ആദ്യമായിട്ടാണ്, അത് എക്സ്പീരിയൻസ് ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. അപ്പം അതിൻ്റെതായിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും അതിലുണ്ടെന്ന് തോന്നുന്നു. ആൾക്കാർ കണ്ട് ക്ഷമിക്കുക, തുടക്കമാണ്. ക്ഷമിക്കാനാ? പുറത്ത് സിനിമയിലെ വയലൻസ് ആണ് ചർച്ച, ഫുൾ ടൈം ചർച്ച ഇപ്പോൾ സിനിമയിലെ വയലൻസിനെ കുറിച്ചാണ്. പക്ഷേ ഒരു തുള്ളി ചോര പോലും വീഴാത്ത ഭയങ്കര 101% പരിശുദ്ധമായ ഒരു ഇടിപ്പടം ആലപ്പുഴ ജിംഖാനയുടെ ബോക്സർ നായകനും ബോക്സിംഗ് അറിയാവുന്ന സംവിധായകനുമാണ് ഇന്ന് നമ്മുടെ കൂടെ ഇവിടെ ജോയിൻ ചെയ്യുന്നത്. സംവിധായകരെല്ലാവരും പഠിച്ച പണി 18 നോക്കും, സിനിമയുടെ കഥയോ അല്ലെങ്കിൽ സിനിമയുടെ അകത്തെ ഡീറ്റെയിൽസ് ഒന്നും പുറത്തോട്ട് വിടാതൊക്കെ. പക്ഷെ ആദ്യമായിട്ടാണ് ഒരു സംവിധായകൻ ഒരു ഇൻ്റർവ്യൂവിൽ ഇരുന്നിട്ട് ഞാൻ ഈ സിനിമയുടെ കഥ പറയാം എന്ന് പറഞ്ഞിട്ട് തുടങ്ങിയത്. എന്താണ് ആ സിനിമയുടെ കഥ പറയാൻ കാണിച്ച ആ ധൈര്യം? വാട്ട് ഈസ് ദ റീസൺ ബിഹൈൻഡ്? സിനിമയുടെ കഥ പറയാൻ കാണിച്ച ധൈര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഇത് ഈ സിനിമ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കഥ ബേസ്ഡ് ആയിട്ടുള്ള ഒരു സിനിമയല്ല. ഒരു വലിയൊരു കഥ പറയുന്ന, അല്ലെങ്കിൽ ഒളിപ്പിച്ച് വെക്കാൻ ഒരുപാട് ട്വിസ്റ്റുകളോ അല്ലെങ്കിൽ ഒരുപാട് പ്ലോട്ട് പോയിന്റുകളോ അങ്ങനത്തെ ഒരു സ്കെച്ചിലുള്ള സിനിമയല്ല. അപ്പോൾ അതുകൊണ്ട് ഒരു ഫെസ്റ്റിവൽ, നമ്മളൊരു സ്റ്റേറ്റ് കോമ്പറ്റീഷന് പോയാലുണ്ടാവുന്ന ഒരു സിറ്റുവേഷനുകളും അവിടുത്തെ കാര്യങ്ങളൊക്കെയാണ് കൂടുതലുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കഥ ഒരു 1 ലൈൻ കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സിനിമയെ കംപ്ലീറ്റ് ആയിട്ട് അങ്ങനെ ജഡ്ജ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ പിന്നെ പറയുന്നതുകൊണ്ട് എന്താ തെറ്റ്? ഈ മഞ്ഞുമൽ ബോയ്സിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ തല്ലുമാലയിൽ ഒരു കഥാപാത്രം ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ ഏതായിരിക്കും ചെയ്യാൻ ഇഷ്ടപ്പെടുക? ഇല്ല, ഞാൻ ഒരു കഥാപാത്രം ചെയ്യാൻ ആഗ്രഹിക്കില്ല. കുറേ ഇടികളാണ്, ഞാൻ ഒരിക്കലും ചെയ്യില്ല. ഒന്നും പറയില്ല, ഒന്നും എനിക്ക് ആയില്ല അങ്ങനെ ചെയ്യാൻ. ഞാൻ ചെയ്യില്ല. ബുദ്ധിപരമായിട്ട് ഇടികൊള്ളുന്ന ക്യാരക്ടർ അഭിനയിക്കാതിരിക്കുക എന്നുള്ളതാണ്. ഇനി സിനിമകളിൽ അഭിനയിക്കാൻ വിളിച്ചാൽ പോകാൻ ഇഷ്ടമാണോ? ഉറപ്പായിട്ടും. നെസ്ലിനോടാണ് ചോദിക്കാനുള്ളത്. ഇപ്പോൾ ഇത് ഒരു ഖാലിദ് റഹ്മാൻ മൂവിയാന്ന് പറയുമ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയി കാണുമല്ലോ ഡെഫിനറ്റ്ലി. ഇതൊരു ബോക്സിംഗ് പടം കൂടിയാണെന്ന് പറയുമ്പോൾ ഇത്രമാത്രം എക്സൈറ്റഡ് ആയിരുന്നു? അല്ല, അതിനുവേണ്ടി ബോഡി ട്രാൻസ്ഫോർമേഷനൊക്കെ വേണമെന്ന് പറഞ്ഞപ്പോൾ ആദ്യം സത്യമായിട്ടും ഭയങ്കര
എന്നെ കൊണ്ട് പുൾ ഓഫ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷെ അത് അച്ചീവ് ചെയ്യണമല്ലോ, അവിടെയാണല്ലോ. പിന്നെ ഇങ്ങനത്തെ ഒരു ക്രൂവും മൊത്തം ഭയങ്കര അടിപൊളിയായിട്ടുള്ള ടെക്നീഷ്യൻസും, അപ്പോൾ അത് വിട്ടുകളയാൻ തോന്നിയില്ല, ചെയ്തു. ഫിസിക്കൊക്കെ അങ്ങനെ റെഡിയാക്കുന്നതിൽ ഭയങ്കര കഷ്ടപ്പാടായിരുന്നു. കഷ്ടപ്പാടല്ല, അത് ആ പ്രോസസ്സിൽ അങ്ങനെ ഞങ്ങൾ പോലും അറിയാതെ അത് വന്നു. രസമായിരുന്നു അത്. എല്ലാവരും കൂടി ഉള്ളതുകൊണ്ട് ട്രെയിനിങ് പീരീഡ് അതെ, ഭയങ്കര എൻജോയ് ചെയ്തത്. അതാണ് ഞാൻ റഹ്മാൻ്റെ കാസ്റ്റിംഗ് ശ്രദ്ധിച്ചാണ്. ഫസ്റ്റ് പടത്തിൽ ആങ്കർ ആയിരുന്ന രജിഷ വിജയനെ കൊണ്ടുവന്ന് ആക്ട് ചെയ്യിച്ചു. പിന്നെ തല്ലുമാലയിൽ കണ്ടന്റ് ക്രിയേറ്ററായ അദ്രിജോനെ കൊണ്ടുവന്നു. ഇപ്പോൾ ജിംഖാനയിൽ റാപ്പറായ ബേബിജീനെ കൊണ്ടുവന്നു. അപ്പോൾ അത് ക്യാരക്ടറിനെ ഇങ്ങനെ ചൂസ് ചെയ്യുമ്പോൾ ആ ലുക്ക് വൈസ് ആണോ അല്ലെങ്കിൽ ഇങ്ങനെ ഓഡീഷനിൽ നോക്കിയിട്ട് ഈ ഒരാൾ കറക്റ്റായിരിക്കും. ആ കാസ്റ്റിംഗ് എങ്ങനെയാണ്? കാസ്റ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ക്യാരക്ടർ എല്ലാം റെഡിയാക്കി പ്രിഫർ ചെയ്ത് വരുമ്പോൾ, ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ 3 എക്സാമ്പിളാണെന്നുണ്ടെങ്കിൽ രജിഷ വിജയൻ ഒരു ആങ്കറാണ്. അപ്പോൾ ഞാനിങ്ങനെ കാസ്റ്റിങ്ങിന് വേണ്ടി ഒരുപാട് ആളുകളെ ഇങ്ങനെ കണ്ട് ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് എനിക്ക് ആ പെർട്ടിക്കുലർ ക്യാരക്ടറിന് വേണ്ടിയിട്ടുള്ളൊരു എനർജി ഉണ്ട്. പിന്നെ നിർത്താതെ ആങ്കറാണെന്ന് പറഞ്ഞു, നിർത്താതെ സംസാരിക്കാനുള്ളൊരു കപ്പാസിറ്റി ഉണ്ട്, വളരെ സ്പീഡിൽ സംസാരിക്കാനുള്ളൊരു കപ്പാസിറ്റി ഉണ്ട്. അങ്ങനത്തെ കുറേ എലമെൻറ്റ്സ് ആ ആർട്ടിസ്റ്റിന് ഇറ്റ് സെൽഫ് ഉണ്ട്. അതൊക്കെയാണ് അതിൻ്റെ ഒരു ചൂസിങ് പോയിന്റ്. ബേബി ജീനിലേക്ക് വരുന്ന സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ബേബി ജീനിനെ ഒരു സിംഗർ അല്ലാതെ അറിയാം. അപ്പോൾ ആ വ്യക്തി അവൻ വെറുതെ ക്യാമറയിൽ കൊണ്ടുവന്ന് നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ക്യാരക്ടറിൻ്റെ ഇമേജ് ആയിരിക്കും ഡെലിവറി ചെയ്യുക എന്നുള്ളത് എനിക്കൊരു ഐഡിയ ഉണ്ട്. സോ എൻ്റെ ആ ക്യാരക്ടറിന് അത് ഓക്കെയാണ്. നസ്ലിന് ഇത് പറഞ്ഞിട്ടുണ്ട്, ട്രാൻസ്ഫോർമേഷൻ്റെ സംഭവം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സിനിമയിൽ ട്രെയിലറിൻ്റെ ഒരു ഡയലോഗ് ഉണ്ട്, നിങ്ങളുടെ ഡയറ്റ് ഇനി ഞാൻ സെറ്റ് ചെയ്ത് തരുമെന്ന് പറഞ്ഞിട്ട്. നിങ്ങളുടെ പില്ലർ നമ്പർ 365 അടുത്തുള്ളൊരു ഫുഡ് സ്പോട്ട് പുട്ടും ബീഫും, അത് ഡയറ്റ് പ്ലാനിൻ്റെ ഭാഗമാണോ? വന്നിട്ടുണ്ടോ അവിടെ? ഭാഗത്തേക്ക് പോയില്ല. നിങ്ങളുടെ സ്ഥിരം ഫുഡ് സ്പോട്ടാന്ന് കേട്ടു. വെളുപ്പിനെ 5:30-6 മണി ഷൂട്ട് തീർന്നിട്ട് എല്ലാവരും അവിടെ പോയാണ് പുട്ടും ബീഫും, അതാണ് മെയിൻ ഹൈലൈറ്റ്സ് ആണ്. പൊറോട്ട, ബീഫ്, മീൻകറി, വെളുപ്പിന് തന്നെ മീൻകറിയൊക്കെ കിട്ടും അവിടെ, കിടിലൻ മീൻകറിയൊക്കെ കിട്ടും. അത് ആക്ച്വലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കട തുറക്കുന്ന സമയം ആവുന്നത് വരെ നമ്മൾ ഷൂട്ട് വരെ ഹോൾഡ് ചെയ്യും നൈറ്റ്. കാരണം ഒരു അരമണിക്കൂർ മുമ്പ് പോയി കഴിഞ്ഞാൽ നമ്മൾ അരമണിക്കൂർ അവിടെ വെയിറ്റ് ചെയ്യണം കട തുറക്കാൻ. അതിനുള്ള പറ്റില്ല. പക്ഷേ നമുക്ക് കൃത്യം അറിയാം 5 മണിക്ക് കൃത്യമായിക്കാ കട തുറക്കും. അപ്പോൾ നമ്മളൊരു 4:45, 4:55 പാക്കപ്പ് ചെയ്തിട്ട് നമ്മൾ വണ്ടി എടുത്ത് പോയി ഭക്ഷണം കഴിച്ച് അതിനനുസരിച്ച് ഷെഡ്യൂൾ വരെ മാറ്റും അല്ലേ? ഉറപ്പായിട്ടും. കടയ്ക്ക് ഇതിലും വലിയ പ്രൊമോഷൻ ഇനി വേണ്ടെന്ന് തോന്നുന്നു. ഓൾറെഡി ട്രെയിനിങ് എടുത്തിട്ടാണ് നിങ്ങൾ ഈ ഒരു പരിപാടിയിലേക്ക് ഇറങ്ങുന്നത്. പക്ഷേ ഷൂട്ടിൻ്റെ സമയത്ത് ചില വീഡിയോസ് നോക്കിക്കഴിഞ്ഞാൽ ഖാലിദ് റഹ്മാൻ ട്രെയിൻ ചെയ്യുന്ന കുറച്ച് സാധനങ്ങളുണ്ട് അതിനകത്ത്. ലൈക്ക് ഇങ്ങനെ ഇടിക്കണം എന്ന് പറഞ്ഞു കൊടുക്കുന്ന ചില സീക്വൻസുകളുണ്ട്. ആ ട്രെയിനിങ് എങ്ങനെയായിരുന്നു? അതൊക്കെ ഇപ്പൊ പോയി ഷൂട്ട് ചെയ്യുന്നു. കണ്ണിലുണ്ണിയ. അല്ല, ഇവർക്ക് ഇപ്പൊ റഹ്മാൻ ഖായ്ക്കാണെങ്കിലും ജിംഷിക്കായ്ക്കും ഇതിന്റെ ഒരു പണ്ട് മുതലേ അവർക്ക് അറിയാം, ബോക്സിങ് അറിയാം. അപ്പൊ ആ ഒരു കണക്ഷൻ ഭയങ്കര. ഈ ഞങ്ങളെ പഠിപ്പിച്ചത് ജോഫിൽ എന്ന് പറഞ്ഞ കോച്ചായിരുന്നു. അപ്പൊ ഇവര് 3 പേരും തമ്മിലുള്ള സിംഗ് ഭയങ്കര അടിപൊളിയായിട്ട് ഉണ്ടായിരുന്നു. തുടക്കം മുതലേ തന്നെ അവര് പെട്ടെന്ന് കണക്റ്റ് ആയി. അപ്പോൾ ഞങ്ങളെ ട്രെയിൻ ചെയ്യിക്കാനും അത് വളരെ എളുപ്പമായിരുന്നു. ഓരോരുത്തരുടെ വീക്ക് പോയിന്റ്സ് എന്താണ് അല്ലെങ്കിൽ സ്ട്രെങ്ത് എന്താണെന്ന് ഇവർക്ക് 3 പേർക്കും അറിയാം. അല്ലെങ്കിൽ ജോഫിൽ കോച്ചിന് എല്ലാവരുടെയും അറിയാം ഇൻഡിവിജ്വലി സ്ട്രെങ്ത് എന്താണ് അല്ലെങ്കിൽ ഇതെന്താണെന്നുള്ളത്. അപ്പോൾ അത് വളരെ ഈസി ആയിട്ട് പോയി. ഈസിയല്ല, ഒരിക്കലും ഈസിയല്ല, ഭയങ്കര ഈസി ആയിരുന്നു. അങ്ങനെയല്ലേ പറയാനുള്ളൂ. ഒരു പുഷ്. ഈ സിനിമയിൽ ഇപ്പോൾ ഫുള്ള് ഇടിയാണല്ലോ. ശരിക്കും നിങ്ങൾ റിയൽ ലൈഫിൽ ഇടി കൂടിയിട്ടുണ്ട്? രണ്ടാളും പറയണം. ഇടിച്ചിട്ടില്ല? ഞാൻ അങ്ങനെ അതിലൊരു തിരുത്തുണ്ട്. സിനിമയിൽ ഫുള്ള് ഇടി മാത്രമല്ല. അല്ല, മെയിൻ ഇല്ല, സിനിമയില് ഇപ്പോൾ നമ്മളുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ്റെ ഒരു ഫൈനൽ സ്റ്റേജ് ഒക്കെ എത്തുന്ന സമയത്ത് തിങ്ക് മ്യൂസിക് എന്ന് പറയുന്ന ഒരു മ്യൂസിക് കമ്പനി ആയിട്ടാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത്. അവർക്ക് നമ്മൾ കമ്മിറ്റ് ചെയ്തിരിക്കുന്ന 10 പാട്ടുകളാണ് വീഡിയോ. അപ്പോൾ ഫൈറ്റ് മാത്രമല്ല, ഇതൊരു മ്യൂസിക്. കുറച്ച് ശരിക്കും നിങ്ങൾ റിയൽ ലൈഫിൽ ഇടി ഇല്ല, മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നത് വളരെ മോശമാണ്. പപ്പ പറഞ്ഞിട്ടുണ്ട്. ഈ ആലപ്പുഴ ജിംഖാന എന്നുള്ളൊരു പേര് ഇടാനുള്ള ഒരു കാരണം, ആലപ്പുഴ ബോക്സിങ്ങിൽ അത്ര എനിക്ക് തോന്നില്ല അത്ര ഫേമസ് ആണെന്നുള്ളത്. അപ്പോൾ എന്താണ് ആ സ്ഥലം? അത് തന്നെയായിരുന്നു അതിൻ്റെ മെയിൻ റീസൺ. ഞാൻ ബേസിക്കലി നമുക്ക് കേരളത്തിൽ കുറച്ച് ഡിസ്ട്രിക്റ്റുകളിൽ ബോക്സിങ് വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ നോക്കിയപ്പോൾ സമയത്ത് ആലപ്പുഴയിൽ എനിക്ക് അങ്ങനെ ഒരു ക്ലബ്ബോ ഒന്നും കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അപ്പോൾ നേരെ നേരെ ആലപ്പുഴ അപ്പോൾ തന്നെ ഫിക്സ് ചെയ്യാന്നുള്ളത്. ലൈക്ക് അതിന് പറ്റിയൊരു സ്ഥലമാണ്. കാരണം നമ്മളുടെ ക്യാരക്ടേഴ്സ് വരുന്നത് അണ്ടർ ഡോഗ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ്. സോ അപ്പോൾ
അതുകൊണ്ട് തന്നെ അത്രയും ഡെവലപ്ഡ് ബോക്സിങ്ങിൻ്റെ പഠിപ്പിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും അത്രയും ഡെവലപ്ഡ് അല്ലാത്തൊരു ഡിസ്ട്രിക്റ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ സിനിമ കൊണ്ട് പിൽക്കാലത്ത് അവിടെ അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ അതും നല്ല കാര്യം എന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്പോൾ ആലപ്പുഴക്കാരുടെ കഥയാണല്ലോ ആലപ്പുഴ ജിംഖാന. അപ്പോൾ നസ്ലന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് നസ്ലന്റെ ആ ഒരു കൊടുങ്ങല്ലൂർ പറവൂർ സ്ലാങ് ആണ്. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് അല്ല ഇതിന് വേണ്ടിയിട്ട് റഹ്മാൻ എന്തെങ്കിലും ചേഞ്ചസ് വരുത്താൻ പറയണ്ട, ഡയലക്റ്റ് ലൈക്ക് ആലപ്പുഴ സ്ലാങ് കൊണ്ടുവരാൻ? ഇല്ല ഇതിൽ ആരുടെയും അങ്ങനെ സ്ലാങ്ങോ അല്ലെങ്കിൽ പർട്ടിക്കുലർ ആയിട്ട് അങ്ങനെ പെർട്ടിക്കുലർ ആയിട്ട് ആരോടും പിടിക്കാനൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. പക്ഷെ ഇതിലങ്ങനെ ഒരു സ്ലാങ് ഒരു ന്യൂട്രൽ അല്ലേ? ഒരു ആലപ്പുഴ ആണെന്നുണ്ടെങ്കിൽ കൂടി നമ്മളങ്ങനെ ഒരു ക്ലീൻ ആലപ്പുഴ ലാംഗ്വേജിന്റെ ഒരു സപ്പോർട്ട് ഒന്നും നമ്മൾ പിടിച്ചിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളങ്ങനെ വേണ്ടാന്ന് വെച്ചാണ്. കാരണം അതിന്റെ ആവശ്യമില്ല. പിന്നെ അതുപോലെ അങ്ങനെ അത്ര ബാധിക്കുന്ന ഒരു കാര്യമല്ല എന്ന് തോന്നി. കാരണം എല്ലാവർക്കും മലയാളമാണല്ലോ എങ്ങനെ പറഞ്ഞാലും. അതാണ് കോച്ച് മലപ്പുറംകാരൻ. അതാണ് ഇത്രയും നമുക്ക് 9-10 ആർട്ടിസ്റ്റുകളോളം മറ്റേ ടൈം ഫ്രെയിമിൽ വരുമ്പോൾ ആ ഫ്രെയിമിൽ ഒരു ആലപ്പുഴക്കാരനായിട്ട് അല്ല, എനിക്ക് തോന്നുന്നു കാർത്തി ചേർത്തലയാണ്. ആലപ്പുഴ അവൻ പോലും ആലപ്പുഴ സ്ലാങ്ങിലല്ല സംസാരിക്കണേ ശരിക്കും. അപ്പൊ പിന്നെ ഇത് എങ്ങനെയത്? ഈ സ്ലാങ്ങിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് അത് കണക്ട് ചെയ്ത് ലാംഗ്വേജിൻ്റെ ഒരു കാര്യം ചോദിക്കാം. അതായത് ഇപ്പോൾ ഒട്ടുമിക്ക കുറേ സിനിമകൾ ഇപ്പോൾ പാൻ ഇന്ത്യൻ അല്ലെങ്കിൽ മൾട്ടി ലിംഗ്വൽ സിനിമകളൊക്കെ ഇറങ്ങാറുണ്ട്. ഇപ്പോൾ ആലപ്പുഴ ജിംഖാന ഒരു ലാംഗ്വേജിലൂടെ ഇപ്പോൾ ഡബ് ചെയ്ത് റിലീസ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ടെങ്കിൽ മലയാളീസ് അല്ലെങ്കിൽ വേറെ ഏത് ഓഡിയൻസ് ആയിരിക്കും കുറച്ചുകൂടെ ആപ്റ്റ് കേറ്റർ ചെയ്യാനായിട്ട്? ഉറപ്പായിട്ടും ഒരു ലാംഗ്വേജിലല്ല. ആലപ്പുഴ ജിംഖാന തമിഴ് ലാംഗ്വേജിൽ തിയേറ്ററിക്കൽ റിലീസ് ആൻഡ് തെലുങ്ക് തിയേറ്ററിക്കൽ റിലീസ്, ഹിന്ദി അതിൻ്റെ ഒരു പ്രോസസ്സ് നടക്കുന്നു. ഇത്രയും ഓൾറെഡി നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. സോ ക്ലിയർ. ഖാലിദ് റഹ്മാൻ കുറച്ച് സ്ട്രിക്റ്റ് ഡയറക്ടറാണ് കേട്ടിട്ടുണ്ട്. കിംവദന്തി ശരിയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ അറിഞ്ഞിട്ടുമുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു? അല്ലല്ല പുള്ളി ആക്ച്വലി ഭയങ്കര ചിൽ മനുഷ്യനാണ്. എന്റെ അത്രയും ചില്ലായിട്ടുള്ള ഒരാളെ സെറ്റ് ഇല്ല എന്നാണ് എന്റെ കൂടെ വർക്ക് ചെയ്യുന്നവർ പറയാം. പറഞ്ഞുണ്ടാക്കുന്നല്ലേ? അല്ല കൂട്ടുകാരുടെ ഇടയിൽ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതുണ്ടാവുമല്ലോ. വെറുതെ അനാവശ്യ കാര്യങ്ങൾക്ക് ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ പുള്ളി ഒരാളോട് ചൂടാവുന്നതോ അല്ലെങ്കിൽ ഒന്നും. അല്ല അല്ല അത് കൂടുതലൊന്നും അങ്ങനെ പറയാനില്ല. എന്താ അങ്ങനെ അനാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വെറുതെ കിടന്ന് ഒച്ചപ്പാടുണ്ടാക്കുക അങ്ങനെയൊന്നും ഇല്ല. ആവശ്യമുള്ള കാര്യത്തിന് മാത്രമേ ഒച്ചയല്ല കാര്യം പറയും എന്നുള്ളതേ ഉള്ളൂ. പറയുന്നത് ആ രീതിയിലായി എങ്ങനെ പറയും. ഇപ്പോൾ റഹ്മാനിക്കക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ആക്ടറാണല്ലോ ലുക്മാൻ. പിന്നെ കുറേ സിനിമകൾ തല്ലുമാലയിലായാലും ഉണ്ടയിലായാലും എല്ലാത്തിലും ലുക്മാൻ ഉണ്ട്. ശരിക്കും ഈ ലുക്മാനോട് തോന്നുന്ന ആ ഒരു ഇതിൻ്റെ ആ ഒരു റീസൺ എന്താണ്? ഞാനും അവനും ഒരുമിച്ച് താമസിക്കണം. അതുകൊണ്ട് ഞാൻ അറിയാണ്ട് കാസ്റ്റ് ചെയ്ത് പോകണമെന്ന്. ലൈക്ക് വേറെ ഒന്നുമില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. കാരണം അത് ഞാനത് വലിയൊരു കാര്യമായിട്ട് പറയുന്നതല്ല, ഞാനതിൻ്റെ വേറെ കുറേ ഏരിയകൾ യൂസ് ചെയ്യുന്നത് കൊണ്ടാണ്. ഇപ്പം നിങ്ങൾ പറഞ്ഞു ഞാൻ ചില സമയത്ത് എനിക്ക് ദേഷ്യം വരുമ്പോൾ ഞാൻ ചീത്ത പറയുന്നുണ്ട്. അത് ഞാൻ എൻ്റെ സുഹൃത്തുക്കളെ പറയുള്ളൂ, അത് അവരോടായതുകൊണ്ടാണ് മാത്രം പറയുന്നത്. പിന്നെ നമ്മളിങ്ങനെ ഒരു ഐഡിയ നമ്മളൊരു സിനിമ ചെയ്യാന്നൊക്കെ പെട്ടെന്ന് ഇങ്ങനെ ആലോചിച്ചിട്ട് ഒരാളോട് പോയി കൺവിൻസ് ചെയ്ത് നമ്മളങ്ങനെ പറഞ്ഞ് ക്ലാരിറ്റി ചെയ്ത് അതിന് മുന്നേ തന്നെ ഒരു പടം ചെയ്യാനുണ്ടെന്ന് പറയുമ്പോൾ തന്നെ എന്നാ ഓക്കെ ഞാനുണ്ട് എന്ന് പറയുന്നവരുടെ കൂടെ വർക്ക് ചെയ്യാൻ നമുക്ക് ഭയങ്കര കുറച്ചും കൂടെ എനിക്ക് കംഫർട്ടബിൾ ആണ്. കാരണം എനിക്കത് പിന്നെ അവരായിട്ട് വന്നതല്ലേ, ഞാനായിട്ട് ചോദിച്ചതല്ലോ. അപ്പോൾ എനിക്ക് എന്ത് വേണേലും എനിക്ക് ചെയ്യാം. കാരണം എനിക്ക് ലൈക്ക് അതിനുള്ള സ്പേസും ഫ്രീഡവും കിട്ടും. സിനിമ അവരുടെയും കൂടെ ആവശ്യമായിരിക്കും. പിന്നെ ഇതൊക്കെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു സുഹൃത്തുക്കളുടെ കൂടെ വർക്ക് ചെയ്യുന്ന സമയത്ത്. പിന്നെ അവരൊരു കൂട്ടുകാരാണെങ്കിൽ പോലും നല്ല ടെക്നീഷ്യൻസ് ആണ്. അവരുടെ ഇടയിൽ തന്നെ ഒരു ആർട്ടിസ്റ്റിക്കലി ആൻഡ് ടെക്നിക്കലി ഗുഡ് ക്വാളിറ്റിയിലേക്ക് വരാനുള്ള ഒരു കോമ്പറ്റീഷൻ ഉണ്ടാവും. പുറത്ത് കാണിക്കില്ലെങ്കിൽ കൂടെ നിന്നെക്കാളാൻ നന്നായിട്ട് ഞാൻ പൊളിക്കോടാ എന്നുള്ളത് എല്ലാവരുടെ ഉള്ളിലുണ്ടാവും. ബട്ട് നല്ലതാണ് എൻ്റെ പ്രൊഡക്റ്റിന്, അത് എൻ്റെ സിനിമയ്ക്ക് അത് നല്ലതേ വരുള്ളൂ. ഹെൽത്തി കോമ്പറ്റീഷനാണ്. ഇപ്പോൾ വിഷു ആ മൂവാണ്, വിഷുവിന് നമ്മുടെ മൂവി റിലീസാണ്. സോ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ വേറെ 2 മൂവീസും കൂടി ഇറങ്ങുന്നുണ്ട്. അതിൽ നിന്ന് ആലപ്പുഴ ജിംഖാന എങ്ങനെ വേറിട്ട് നിൽക്കും, അല്ലെങ്കിൽ ആൾക്കാരിൽ അത് എങ്ങനെ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? ഞാൻ ഏപ്രിൽ 10 വേണ്ടി വെയിറ്റ് ചെയ്യണം. ആ 2 പടം കാണണമല്ലോ, നല്ല അറിവുള്ളത് എങ്ങനെ വേറിട്ട് നിൽക്കുമെന്നുള്ളത്. ഞാൻ കണ്ടിട്ടില്ല. അയ്യേ പരദൂഷണോ? തല്ലുമാല സിനിമ നോക്കുകയാണെങ്കിൽ ഭയങ്കര നോൺ ലീനിയർ സ്ക്രിപ്റ്റാണ് ശരിക്കും തല്ലുമാലയുടെ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം അങ്ങനെ സ്ക്രിപ്റ്റായിട്ട് തല്ലുമാല ഫ്രണ്ടിലേക്ക് വന്നപ്പോഴത്തേക്കും അതിനകത്തൊരു ടെൻഷനും കാര്യങ്ങളുണ്ട്. ഇതിങ്ങനെ പുൾ ഓഫ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമുക്കത് എഡിറ്റിങ്ങിൽ നോക്കാം, അല്ലെങ്കിൽ എന്താ പറയുക, അതെങ്ങനെയാണ് പ്രൊജക്റ്റ് കൺസീവ് ചെയ്തതല്ല, ഇതൊരു ഷൂട്ടിങ്ങിൽ നടക്കുമ്പോഴാവട്ടെ അല്ലെങ്കിൽ ഇതിൻ്റെ നോൺ ലീനിയർ പാറ്റേൺ ആയതുകൊണ്ട് എവിടെയെങ്കിലും ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു ഉള്ളിൽ? ടെൻഷൻ ഒരു ടെൻഷനായിട്ടല്ല,
ലൈക്ക് നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടില്ലാത്തത്ര ഒരുപാട് വിഷ്വൽ ഗിമ്മിക്കുകൾ ആ സിനിമയിലുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ ഉണ്ടായിരുന്നു. ആ പ്രിപ്പറേഷനും അത് ചെയ്യാനുള്ള ഒരു ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയതാണ് അത് ആ സിനിമ ചെയ്യുമ്പോൾ ഉള്ള നമ്മളൊരു ഹൈ എന്ന് പറയുന്നത്. അതർവൈസ് അതിൽ പ്രത്യേകിച്ചൊന്നും ഇല്ലല്ലോ, സിമ്പിൾ കഥ, ഇടി. ഇപ്പൊ നെസ്ലിൻ സിനിമയിലേക്ക് വന്നത് നമ്മളൊരു സ്റ്റോറി കേട്ടേക്കണത് എന്താ വെച്ചാൽ തണ്ണീർമത്തൻ ദിനങ്ങളുടെ കാസ്റ്റിങ്ങിന്റെ സമയത്ത് ഫ്രണ്ട്സ് ആയിട്ട് വെറുതെ പോയി കാസ്റ്റ് ചെയ്ത് നിന്നാണ്. ആ സമയത്ത് ഫ്രണ്ട്സ് കുടിച്ചു, എന്നിട്ട് ഞാൻ ഒറ്റയ്ക്ക് പോയി കണ്ടപ്പോൾ തന്നെ എന്നെ നെസ്ലിനെ കാസ്റ്റ് ചെയ്ത്. ഞാൻ പറഞ്ഞിട്ടില്ല, അത് അവരുടെ മറ്റേ എന്താ വിനീതേട്ടനൊക്കെ അല്ലേ പറഞ്ഞത്. ശരിക്കും അങ്ങനെ ആ ഓഡീഷൻ അന്ന് പോയില്ലായിരുന്നെങ്കിൽ നെസ്ലിൻ ഇപ്പൊ എവിടെയായിരിക്കും? എന്ത് ചെയ്തേനെ? വേറെന്തെങ്കിലും ജോലി ചെയ്ത് ഇപ്പൊ കോഴ്സൊക്കെ കഴിഞ്ഞ ഏതെങ്കിലും ഇപ്പൊ ഈ പറഞ്ഞ പോലെ UK എന്നോ അല്ലെങ്കിൽ ഗൾഫിൽ നിന്നോ ഒക്കെ പറഞ്ഞു. പപ്പയുടെ ആഗ്രഹം IPS ആയിരുന്നില്ലേ? ആ യെസ്, പപ്പ അങ്ങനെ പറഞ്ഞിരുന്നു IPS വേണമെന്ന്. പിന്നെ എനിക്കതൊട്ടും ഇൻട്രസ്റ്റഡ് ആയിരുന്നില്ല. ഇവനൊരു ട്വിൻ ബ്രദർ ഉണ്ടല്ലോ, അപ്പോ ഇവർക്കിടയിൽ ആരാ പപ്പയുടെ ആഗ്രഹം സാധിക്കും എന്നുള്ളതായിരുന്നു. ഇവൻ സിനിമയിലേക്ക് വന്നുകൊണ്ട് ആ വിദ്യ അവന്റെ തലയിലായി. ഗെയിം കളിക്കാം. ഗെയിം ചെറിയ സെഗ്മെന്റ് ഉണ്ട്. Okay. നമ്മള് മലയാളം പേടിയാണോ? മലയാളം പാട്ടുകൾ ഇംഗ്ലീഷിലാക്കി എഴുതിയിട്ടുണ്ട്. സോ ആ ഇംഗ്ലീഷ് വരികൾ വായിച്ചിട്ട് അത് ഏത് മലയാളം പാട്ടിന്റെ ട്രാൻസ്ലേഷൻ. ഫോണെ ഫ്രണ്ട് ഉണ്ടോ? നോ ലൈഫ് ലൈൻ 50-50 നോ ലൈഫ് ലൈൻ അതൊന്നും ഇല്ലേ? അങ്ങനെയാണെങ്കിൽ അല്ല, ഓക്കെ, ഫോൺ എ ഫ്രണ്ട് ഉണ്ടെങ്കിൽ തന്നെ ചോദിക്കാം അല്ലേ, വിളിക്കാം ആരെങ്കിലും, പ്രശ്നമില്ല. എനിക്ക് രണ്ടുപേരെ വിളിക്കാണ്ട്. അത് കുഴപ്പമില്ല. ഇംഗ്ലീഷിന്റെ ഒരു കട്ടി അനുസരിച്ചിട്ട് വേണം എനിക്ക് ആരെ വിളിക്കണമെന്ന്. Praise to the creator who made the earth. Praise to the creator who created love. മറ്റേത് മറ്റേ എന്താ ഭൂലോകം അവന്റെ ഏരിയ. എന്നാ അടുത്തത് റഹ്മാൻക്ക് കൊടുക്കാം. ബഡി എന്നോട് ഇത് കൺമണി വിത്ത് ലവ് ദിസ് ഈസ് ദ ലെറ്റർ യു ഹാവ്. അറിയാലോ, പാടൂ. ഇത് ഞങ്ങളുടെ ഇളയരാജ സാറിന്റെ കൺമണി അൻപോട് കാതലൻ ആ പാട്ട്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് മഞ്ജുമൽ ബോയ്സ്. ജമീൽ ബോയ്സിൽ അഭിനയിച്ചിട്ട് ഇപ്പൊ മഞ്ഞുമൽ വന്നിരുന്നിട്ട് എങ്ങനെയുണ്ട് ആ ഫീൽ? ഞാൻ അതിനു മുമ്പ് വന്നിട്ടുള്ള സ്ഥലം, പിന്നെ എനിക്ക് കുറെ കൂട്ടുകാരൊക്കെ ഉണ്ട് ഇവിടെ. അതിനകത്ത് ചില റിവ്യൂറൊക്കെ പറഞ്ഞൊരു കാര്യമുണ്ട്, സിനിമ ഇറങ്ങിയപ്പം ഒരു ഡ്രൈവർ ചേട്ടനെ കണ്ടു. അത് കേട്ടപ്പോ എന്താ തോന്നിയേ? നല്ല കാര്യമെന്ന് തോന്നുന്നു. ഏത് രീതിയിലാണെങ്കിലും പ്രൊമോഷൻ ആണല്ലോ. പണ്ട് ബിറ്റ് എഴുതി വെച്ചാടാ ഇങ്ങനെ. ഞാനത് എഴുതുമ്പോ എനിക്കും അത് ഓർമ്മ. പക്ഷെ ഇത്ര വലുതൊക്കെ എടുത്തു കഴിഞ്ഞാൽ പണിയായിരിക്കും. ഇത് ലേറ്റസ്റ്റ് ഒരു സിനിമയിലെ പാട്ടാണ്. വാഴയിലെ പാട്ടില്ലേ, മന്ദാകിനി ചെന്താമര. ഇതിൽ എഴുതിണ്ടാ മന്ദാകിനിന്ന്. ഇതൊന്നും പിടിച്ചതൊക്കെ ഇത് സാധനം മാറിപ്പോയിന്നാ തോന്നുന്നു. Don't ask me. Don't ask me anything. Isn't there something you can softly whisper to me? ഇതാ പെൺകുട്ടികളെ ലവ് എഴുതാനായിരിക്കും. ശ്ശേ. എനിക്ക് അങ്ങനെ Don't ask me. ഏതാ പാട്ട്? കുറച്ച് പഴയ പാട്ടാ, കുറച്ച് മുമ്പുള്ള പാട്ടാ, ഇപ്പോഴത്തെ ഇറങ്ങിയ പാട്ടൊന്നുമല്ല. ഓ, Don't ask me. അത് മലയാളത്തിലാക്ക്. ഡോണ്ട് ആസ്ക് മീ. ചോദിക്കൽ. പോരട്ടെ. ഡോണ്ട് ആസ്ക് മീ അതിന്റെ മലയാളം എന്നോടൊന്നും ചോദിക്കല്ലേ. ഒന്നും ചോദിക്കല്ലേ. എന്റെ ഏരിയ അല്ലടാ. എനിക്കതേ പറയാനുള്ള. എന്നോടൊന്നും ചോദിക്കല്ലേ. എന്താണ് ഗോളിലത്തെ പാട്ട്. ഓക്കെ, അങ്ങനെ സെഗ്മെന്റ് വളരെ സക്സസ്ഫുൾ ആയിട്ട് അവസാനിച്ചിരിക്കുന്നു. ഇപ്പോൾ ആലപ്പുഴയുടെ ഒരു പോർഷൻ എടുത്തിട്ടുണ്ട് നമ്മുടെ സിനിമയിൽ. ഇപ്പോൾ ഫുഡിന്റെ ഡയറ്റിന്റെ കാര്യം പറഞ്ഞു. ആലപ്പുഴയിൽ ഏതൊക്കെ ഫുഡാണ് നമ്മുടെ ഡയറ്റ് പ്ലാനിൽ ഉണ്ടായിരുന്നത്? ആലപ്പുഴയിലെ ഒരുവിധം എല്ലാ റെസ്റ്റോറൻറ്റുകളിലെയും ചില വീടുകളിലെയും അടുക്കളയിൽ കിട്ടുന്ന എല്ലാ ഫുഡുകളും നമ്മളുടെ ഡയറ്റിന്റെ ഭാഗമായിരുന്നു, ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതെ, നല്ല മീൻകറി കിട്ടും. പിന്നെ അതിൻ്റെ കൂടെ ചോറ്, മീൻ പൊരിച്ചത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ കായൽ ഫിഷും കിട്ടും, കടൽ മീനും കിട്ടും, പള്ളത്തി, എല്ലാ ടൈപ്പ്. അപ്പം അത് ഭയങ്കര റയറാണ് നമുക്ക് ഒരേ സ്ഥലത്ത് തന്നെ കായലും കടലിലെയും മീനുകൾ കിട്ടുക. പിന്നെ എന്ത് വേണം? ട്രൂ ഓർ ഫോൾസ് സെഗ്മെന്റ് ആണ്. ഓക്കെ, ഇപ്പോൾ ഓരോരുത്തരോടായിട്ട് ചോദിക്കാം. ഫസ്റ്റ് നസ്ലിനോട്. എൻ്റെ ജോണർ റോം കോം ആണ്. ട്രൂ ഓർ ഫോൾസ്? ഫോൾസ്. ഫോൾസ്. ഓക്കെ, അങ്ങനെയൊന്നുമില്ല. എനിക്ക് ഇഷ്ടപ്പെടുന്ന എല്ലാ ജോണറും ഞാൻ ചെയ്യും. ഓക്കെ, കംഫർട്ട് സോൺ ഒന്നും ഇല്ല? ഇല്ല. ഇല്ല. ഓക്കെ,
റഹ്മാനിക്കാട്, ഖാലിദ് റഹ്മാൻ ഒരു സ്നീക്കർ ഹെഡ് ആണ്, ട്രൂ ഓർ ഫോൾസ്? ഒരിക്കലും അല്ല. അല്ല 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 ഞങ്ങൾ അല്ല ഞാൻ ഒരിക്കലും എനിക്ക് സ്നീക്കർ ഹെഡ് ഒന്നും അല്ല. എനിക്ക് ആകെ ഒരു ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു ചെരുപ്പ് എവിടെ പോയാലും ഇട്ടുകൊണ്ട് നടക്കുന്ന ഒരാളാണ് ഞാൻ ഒരിക്കലും സ്നീക്കർ ഹെഡ് അല്ല. സ്നീക്കർ ഹെഡ് അല്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ജോണർ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും സ്ക്രിപ്റ്റ് ഇഷ്ടപ്പെട്ടുകൊണ്ട് ചെയ്തിട്ടുള്ള ഏതെങ്കിലും പടമുണ്ടോ റഹ്മാനിക്കയുടെ ഫിലിമോഗ്രഫിയിൽ? ജോണർ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും സ്ക്രിപ്റ്റ് അങ്ങനെ ഇല്ല. ചെയ്തിട്ടുള്ള എല്ലാം ജോണർ ആൻഡ് സ്ക്രിപ്റ്റ് ഒരുമിച്ച് പിന്നെ ഉറപ്പായിട്ടും. ഉറപ്പായിട്ടും. ഓക്കെ. നെസ്ലിൻ സ്ക്രിപ്റ്റ് ഇഷ്ടപ്പെട്ടാൽ ഉടനെ തന്നെ ഡേറ്റ് കൊടുക്കും, അപ്പം തന്നെ ഡേറ്റ് കൊടുക്കും. കൊടുക്കുന്ന ആളാണ്. ആ അത് കൊണ്ട് ടൈം നടക്കല്ലേ? എടുക്കൂല. ഏയ് കയ്യിലിരിക്കല്ലേ? ഇതിലെങ്ങനെയായിരുന്നു? ഇതില് 2 ദിവസം എടുത്തു. 2 ദിവസം എടുക്കും. വെറുതെ ഈ ചിക്കോന്നൊക്കെ ഇത് പറഞ്ഞ പോലെ 2 ദിവസം എടുത്തല്ലേ ശരിക്കും നസ്ലിൻ എങ്ങനെയാ? അല്ല, അത് സ്ക്രിപ്റ്റ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉടനെ ഇപ്പൊ ടൈം കൺസ്യൂമിങ് പ്രൊജക്റ്റ് ഒക്കെ ആണെങ്കിൽ എന്തായാലും അതിൻ്റെതായിട്ടുള്ള സമയം എടുത്തിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ ഈ പടമൊക്കെ കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാലും അതിന് ഇത്രയും സമയം ആവശ്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള പ്രൊജക്റ്റുകൾക്ക് ഇമ്മീഡിയറ്റ്ലി ഷൂട്ടൊന്നും തുടങ്ങാൻ എന്തായാലും പറ്റില്ല ഒരു പ്രൊജക്ട്. ഇതൊക്കെ പറയണമെന്നുണ്ട്. പറഞ്ഞു പറഞ്ഞില്ല, ഞാൻ അങ്ങനെയല്ല, ഞാൻ ഒന്ന് നിവർന്നിരുന്നതാ. ഒരു നായക നടന്റെ വിഷമങ്ങൾ പറയുമ്പോ ഞാൻ എന്താ. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ റൗണ്ടിലെ നെസ്ലിൻ കമ്മിറ്റഡ് ആണ്, ട്രൂ ഓർ ഫോൾസ്? എന്താടാ തുറന്ന് പറയടാ ചക്കര. അല്ല കേട്ടോ, കൊറേ ഗേൾസിന് അറിയാൻ വേണ്ടി ചോദിച്ചു. അത് അറിഞ്ഞിട്ടും വലിയ കാര്യമൊന്നും ഇല്ല ആൾക്കാർക്ക്. ഉണ്ട് കാര്യം, കമ്മിറ്റഡ് ആണ്, അങ്ങനെ വിചാരിച്ചോട്ടെ. ഹാർട്ട് ബ്രോക്കൺ. ജസ്റ്റിന് നീ ഓക്കെ ആണോ? ഓക്കെടാ, ബാക്കി മാറിയിരുന്ന് കരയാതൊക്കെ. ഓക്കെ, അടുത്തത് ഒരു റൗണ്ടിലേക്ക് കടക്കാണ്. കുറച്ച് ഡയലോഗ്സ്. ഹലോ, എന്നോട് ചോദിക്കി. അയ്യോ, സോറി, എനിക്ക് പറയൂ. എന്ത്? കമ്മിറ്റഡ് ടു വർക്ക്, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. വിട്ടേക്കളയാ, പോട്ടെ, അടുത്തേക്ക് പോവാ. കമ്മിറ്റഡ് ആണോ അല്ലയോ? സിംഗിൾ ആണ്? ഞാൻ വെരി മച്ച് കമ്മിറ്റഡ് ടു വർക്കാണ്. വർക്ക് അല്ലാതെ മനുഷ്യന്മാരോട്, ഇല്ല, മനുഷ്യന്മാരോട് എല്ലാവരോടും ഭയങ്കര കമ്മിറ്റഡ് ആണ് ഞാൻ. ആരും അതല്ലാതെ ഗേൾസ് പിന്നല്ല. കമ്മിറ്റഡ് ആണ്. ഞാനോ? ഞാൻ കമ്മിറ്റഡ് ആണ്. സിമ്പിൾ. വേറൊരു കാര്യം കൂടെ ചോദിക്കാനുണ്ടായി, ഗുഡ് ബാഡ് അഗ്ലിയിൽ നസ്ലിൻ ഉണ്ടോ? അല്ല, അത് ചെയ്യാൻ പറ്റിയില്ല. ഉണ്ടായിരുന്നു, അതിന്റെ മീറ്റിംഗ് ഒക്കെ ഞങ്ങൾ നേരിട്ട് പോയി കണ്ടു. പക്ഷെ അതിന്റെ സമയത്തായിരുന്നു ഞങ്ങളുടെ ജിങ്കാന ഷൂട്ട്. പറ്റിയില്ല. അടുത്തത് വേറൊരു സെഗ്മെന്റ് ആണ്. അതിൽ ഞാൻ കുറച്ച് ഡയലോഗ്സ് പറയും. അപ്പൊ അത് ആ ഡയലോഗ് കേൾക്കും, നിങ്ങൾക്ക് ആരെയാണ് ഓർമ്മ തന്നെ ആളാരാന്ന് പറയണം, നമ്മുടെ ടീമിലുള്ള ആരെങ്കിലും. ഓക്കെ, ഫസ്റ്റ്, വാര്യരെ എന്താടോ ഞാൻ നന്നാവാത്തെ. ആ ഡയലോഗ് കേൾക്കുമ്പോൾ നിങ്ങളുടെ ടീമിൽ ആരെയാണ് ഓർമ്മ? രതീഷ് രവി, ഞങ്ങളുടെ ഡയലോഗ് റൈറ്റർ ആണ് അദ്ദേഹത്തെയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അടുത്ത ഡയലോഗ്, പെമ്പിള്ളേരെ റോട്ടിൽ കൂടെ നടക്കാൻ നീ സമ്മതിക്കില്ല അല്ലേ? ഡാ, നീയാണ് ഈ അലവലാതി ഷാജി അല്ലേ? അതെന്ത് എന്നെ നോക്കുന്നത്? പറഞ്ഞു നോക്കിയത് തന്നെ. നീ കമ്മിറ്റഡ് ആണെന്ന് പറഞ്ഞല്ലോ, അലവലാതി ഷാജി എന്ന് വിളിക്കാലോ. അപ്പൊ അത് കേൾക്കുമ്പോ ആരെ ഓർമ്മ വരണേന്ന്? ഇരിക്കട്ടെ, ബേബിക്ക് സെൻസ് ഉണ്ടാവണം, സെൻസിബിലിറ്റി ഉണ്ടാവണം, സെൻസിറ്റിവിറ്റി ഉണ്ടാവണം. ഇതെല്ലാം ഒരുമിച്ച് ഉണ്ടാവുന്ന ഒരാളെ വേണം അല്ലെ? ഇത് കേൾക്കുമ്പോ ഓർമ്മ തന്നെ ആളാരാ? പിന്നെ ഇതൊക്കെ ഉണ്ടായിരുന്നീ കൊള്ളായിരുന്നു. ഇല്ലാത്ത ആള് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോ സെൻസിബിലിറ്റി ഒക്കെ അങ്ങനത്തെ ഒരാളെ ഞങ്ങൾ കൂട്ടത്തിലില്ല കേട്ടോ. സോ എല്ലാവർക്കും സെൻസ്, സെൻസിബിലിറ്റി, സെൻസിറ്റിവിറ്റി. ഉറപ്പായിട്ടും ഇതില് ഒരെണ്ണം ഇല്ലാത്ത ആള് ആരുമില്ല. ഇല്ല. എല്ലാവരും വളരെ നല്ല ആളുകളാണ്. നിങ്ങൾ നല്ല കാര്യങ്ങൾ ചോദിക്കും. അയ്യോ, അങ്ങനെയല്ല, ഫൺ. കിലുക്കത്തിലെ ഡയലോഗ്, വട്ടാണല്ലേ, അങ്ങനെ ആരോട് പുറത്തുനിന്നുള്ള നസ്ലിൻ പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട് തണ്ണീർമത്തനില്, നിനക്കൊക്കെ ഭ്രാന്താണ് പെൺപിള്ളേരെ പറയാൻ നടക്കാൻ. ഇത് കേൾക്കുമ്പോൾ ഇത് ഐഡിയൽ ആയിട്ട് നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാളെ പറയണം. ഇത് എനിക്ക് എന്നെ തന്നെ ഓർമ്മ വരും, ഞാൻ പറഞ്ഞ ഡയലോഗ് ആയതോട്ട്. പോടാ. ഓക്കെ, പിന്നെ ഇപ്പൊ ശരിയാക്കി തരാ എന്ന് പറയുന്ന ആള്. ഇപ്പൊ ശരിയാക്കി തരാന്ന് പറയുന്ന ഞങ്ങളുടെ ക്യാമറമാൻ. ഇത് ശരിയാക്കുവോ അപ്പൊ തന്നെ?
പിന്നെ 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 ശരിയാക്കാൻ മാത്രമല്ല. ഓക്കെ, ഇനി ലാസ്റ്റത്തെ ഡയലോഗ്. എല്ലാത്തിനും വിഴുങ്ങണം നമുക്ക്, റാഞ്ചും ഞാൻ ഇത് പറയുമ്പോ ആരും ഓർമ്മ തന്നെ സന്ദീപിനെ ഉറപ്പായിട്ടും. അങ്ങനെയായിരിക്കുമല്ലോ. പൊതുവായിട്ടുള്ള എല്ലാ സിനിമകളും ഇപ്പം ഖാലിദ് റഹ്മാൻ്റെ സിനിമകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ തല്ലുമാല, അതോടൊപ്പം തന്നെ ഉണ്ടൊഴിച്ച് ബാക്കിയുള്ള സിനിമകൾ ലവ്, അതൊക്കെ അതിനകത്തൊക്കെ നായകന്മാരെ തല്ലുന്ന ഒരു സംഭവമുണ്ട്. അപ്പോൾ ഈ സിനിമയിലും അങ്ങനെ ഒരു സംഭവം ഉണ്ട്, കണ്ടു. അപ്പം മേടിക്കല്ലേ ചെന്ന് എന്താ ചെയ്യാ? അതെന്താ അങ്ങനെ കൊണ്ടുവരുന്നത്? അങ്ങനെ ഉണ്ടല്ലേ? ഉണ്ടല്ലോ ഉണ്ടലില്ല, ഉണ്ട ഒഴിച്ച് ബാക്കി ലവില് തല്ലുമാല, പിന്നെ അത് അനുരാഗ കരിക്കും വെള്ളം. ഇത്ര വലിയ പുതിയ കാര്യമൊന്നുമല്ല. താൻ എത്രയാണ് തല്ലിയിട്ടുണ്ട് ഒരു ചെറുപ്പക്കാരനെ ഇതുവരെ? ചുമ്മാ വെറുതെ. ബോയ് ഫ്രണ്ട് ഉണ്ടോ? കല്യാണം കഴിഞ്ഞത്. കല്യാണം വരെ കഴിഞ്ഞാ വെറുതെ. മതി നിർത്തിവിടെ. ഓ ഓക്കേടാ. ഇല്ല, അത് ആക്സിഡന്റലി ഞാൻ പോലും അത് അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല. അങ്ങനെ സംഭവിച്ചു പോയിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ നോർമലി അടിപ്പടങ്ങളിൽ നമ്മൾ എത്ര സേഫ് ആയിട്ട് നോക്കിയാലും എവിടെയെങ്കിലും നല്ല 1-2 എണ്ണം കിട്ടും. എത്ര എണ്ണം കിട്ടി നസ്ലിനോടാ? ഞാനായിട്ട് പറയുന്നില്ല കണക്ക്. അല്ല, ഇതിലും അത് സംഭവിച്ചു പോകും. ഇറ്റ് ഹാപ്പൻസ് അല്ലേ? സ്പോർട്സ് അല്ലേ മോനെ? മോട്ടിവേറ്റ് ചെയ്തോണ്ടിരുന്നത്. അല്ല, സ്വയം മോട്ടിവേറ്റ് ചെയ്തു. ഇത് കിട്ടി പഠിത്തപ്പോ. നേരത്തെ പറഞ്ഞതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ക്വസ്റ്റ്യൻ ആണ്. ഒരു എഡിറ്ററിന്റെ ഇന്റർവ്യൂവിൽ പറഞ്ഞാണ്, എഡിറ്റിംഗ് ടേബിളിൽ സിനിമയുടെ ഗതി തന്നെ മാറിപ്പോയിട്ടുള്ള ഒരുപാട് സിനിമകളുണ്ട്. ഇപ്പോൾ റഹ്മാനിക്കയുടെ ഈ ഇത്രയും ഫിലിംസിൽ എഡിറ്റിംഗ് ടേബിൾ ഇരുന്നപ്പോൾ സ്ക്രീൻ പ്ലേ തന്നെ മാറിപ്പോയിട്ടുള്ള ഏതെങ്കിലും ഒരു സിനിമയുണ്ടോ? ആരോടും പറയാത്ത, അല്ലെങ്കിൽ അങ്ങനെ അവിടെ ഇരുന്നപ്പോൾ ആ ഒരു മാജിക്, അയ്യോ ഇത് ഇങ്ങനെ ഒരു സംഭവം ഇതിനകത്തുണ്ട്? അങ്ങനെ സ്ക്രിപ്റ്റ് ഒന്നും മാറിപ്പോയിട്ടുള്ള ഇതൊന്നും എനിക്കില്ല. സീനുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷഫിൾ ചെയ്യുന്നത് എല്ലാ സിനിമയ്ക്കും സംഭവിക്കുന്ന കാര്യമാണ്. അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. നമുക്കൊരു വിധം ക്ലീൻ ഐഡിയ തന്നെ വന്ന് ലാൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. സ്റ്റാർട്ടിങ് എഴുതിയ സ്ക്രീൻ പ്ലേ തന്നെ ഉറപ്പായിട്ടും. ക്വസ്റ്റ്യൻ നസ്ലിനോടാണ്, പക്ഷെ എൻ്റെ ക്വസ്റ്റ്യൻ അല്ല. ആലപ്പുഴയിൽ നിങ്ങൾ ട്രെയിനിങ് വന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരാളാണ്. ഹായ്, എൻ്റെ പേര് ഷോജി. ഞാനിവിടെ ആലപ്പി ടൈക്കി ഫൈറ്റ് ക്ലബിൻ്റെ ഹെഡ് കോച്ചാണ്. നമ്മൾ ആലപ്പുഴ ജിങ്കാന ടീമിലൂടെ ഏകദേശം 10 ദിവസത്തോളം ഇവിടെ ആലപ്പുഴ വെച്ച് നടന്ന ഷൂട്ടിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ചോദ്യം നസ്ലിനോടാണ്. നസ്ലിൻ ഇപ്പോൾ ഏകദേശം 7-8 മാസത്തോളം പ്രൊഫഷണലായിട്ട് തന്നെ ബോക്സിംഗ് ട്രെയിനിങ് ചെയ്തിട്ടാണ് ഈ ഫിലിമിലോട്ട് എൻട്രി ചെയ്യുന്നത്. അപ്പോൾ ഇനി നാളെ ഒരു ടൈമിൽ പ്രോ ഫൈറ്റ് ഓർ അമേച്ചർ ഏതെങ്കിലും ഒരു ഫൈറ്റിലോട്ട് ഒരു എൻട്രി കിട്ടുവാണെങ്കിൽ നസ്ലിന് ഫൈറ്റ് ചെയ്യാനായിട്ടുള്ളൊരു താല്പര്യമുണ്ട്. ഉറപ്പായിട്ടുണ്ടെന്ന് പറയടാ. ചാമ്പ്യൻ. ഇല്ലില്ല, ഫൈറ്റ് ചെയ്യാനൊന്നും എനിക്ക് താല്പര്യമില്ല. പക്ഷെ ആ ബോക്സിങ് ആ സ്പോർട്ട് എനിക്ക് പ്രാക്ടീസ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. അത് ലൈഫിൻ്റെ ഒരു ഭാഗമായിട്ട് കൂടെ കൊണ്ടു നടക്കാൻ താല്പര്യമുണ്ട്. അത് ദൈവം സഹായിച്ചു. അതിനുശേഷം ഇതുവരെ ചെയ്യാൻ പറ്റിയില്ല. സമയം വേണ്ടേ? എങ്ങനെയായിരുന്നു നിങ്ങളുടെ ഗോതാക്കളം? മണ്ണ് അല്ലെങ്കിൽ മറ്റേ നല്ല നിരപ്പുള്ള സാധനമായിരുന്നു? എങ്ങനെയായിരുന്നു പ്രാക്ടീസ് ടൈമിലുള്ള ഒരു ഗോതാക്കളം? എങ്ങനെയായിരുന്നു പ്രാക്ടീസ് ചെയ്ത സാധനം? എങ്ങനെയായിരുന്നു? ഇത് ബോക്സിംഗ് മണ്ണിലല്ല, നമ്മളങ്ങനെ ഗുസ്തിയാണ് ഗോതാക്കളമൊക്കെ. വേണ്ടിട്ട് ട്രെയിനിങ് അങ്ങനെ കൊടുത്താലോ? ഞങ്ങൾ ട്രെയിൻ ചെയ്തിരുന്നത് കാക്കനാട് സ്പാർട്ടൻസ് എന്ന് പറഞ്ഞൊരു സ്ഥലത്തായിരുന്നു. 8 പാട്ടും 8 അടിയും. ഇത് മറ്റേ തല്ലുമലയുടെ ഒരു ഇതിനകത്ത് പറയുന്നുണ്ട്. ആലപ്പുഴ ജിംഖാനയുടെ നമ്മൾ അറിഞ്ഞത് 8 പാട്ട് 8 അടി എന്നുള്ളതാണ്. ഈ 8 എന്തെങ്കിലും ന്യൂമറോളജി? അത് നിങ്ങളുടെ അറിവ് തെറ്റാണ്. ആലപ്പുഴ ജിംഖാനയിൽ ഏകദേശം 10 പാട്ടുകളുണ്ടെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഏകദേശം അത്രയും തന്നെ ഫൈറ്റുകൾ, ആക്ഷൻ സീക്വൻസ്. പക്ഷെ അത് അങ്ങനെ ഒരു ത്രൂ ഔട്ട് ആക്ഷൻ ഫൈറ്റ് പീസുകളല്ല. ബട്ട് ഇൻ ടേംസ് ഓഫ് നമ്മൾ ആ ഒരു ജഡ്ജ്മെന്റിൽ പെർസ്പെക്റ്റീവിൽ നോക്കുകയാണെങ്കിൽ ഏകദേശം അത്രയും തന്നെ ആക്ഷൻ പീസുകളുണ്ടാവും. ഇനി നിങ്ങളോട് രണ്ടാളോടും ബെസ്റ്റ് 5 ഫിലിംസ് സെലക്ട് ചെയ്യാൻ പറയണം. അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടമുള്ള ഏതെങ്കിലും 5 സിനിമകൾ പറയുകയാണെങ്കിൽ ഏതായിരിക്കും പറയാ? ബെസ്റ്റ് 5 ഫിലിംസ് ഓഫ്, അതായത് നമുക്ക് ഇഷ്ടമുള്ള സിനിമ, നമ്മൾ ചെയ്ത സിനിമ എന്നല്ല, അതല്ലാതെ. എനിക്ക് എന്റെ 5 സിനിമകളെ കുറിച്ച് എനിക്ക് പറയാം. അന്ന് ഓക്കെ, 5 വേണ്ടി ഞാൻ 5 പടം ചെയ്തിട്ടുണ്ട്. 5ാമത്തെ പടം റിലീസ് ആകാൻ പോവാണ്. ഇത് 5ആണ്. നിങ്ങളുടെ സിനിമ അല്ലാത്ത സിനിമ അതെങ്ങനെയുണ്ട്? അല്ല, ഇവിടെ പറഞ്ഞു കഴിഞ്ഞില്ലല്ലോ. ഞാൻ ആലോചിക്കട്ടെ. ഒരു കാര്യം ചെയ്യാം, കുറച്ച് നമുക്ക് റിഫൈൻ ചെയ്യാം. അതൊരു ആസ് എ ഡയറക്ടർ എൻ്റെ ഫേവറേറ്റ് ടോപ്പ് 5 പിക്സ്, ആൾക്കാർ കാണണമെന്ന് വിചാരിക്കുന്ന ഒരു ടോപ്പ് 5 ഫിലിംസും ആസ് എൻ ആക്ടർ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് നിങ്ങളും അത് കാണണം എന്ന് പറയുന്ന ഒരു ടോപ്പ് 5 ഫിലിംസ്. വിളമ്പടോ താനൊരു അത് പറഞ്ഞു. എനി മൂവീസ്
മൂവീസ് മാത്രമല്ല, ഇപ്പൊ ഞാനൊരു സീരീസ് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, മോൺസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ സീരീസ്. അത് ഭയങ്കര ഡാർക്ക് സൈഡാണ്, പക്ഷെ അത് ഭയങ്കര രസമുണ്ട്, ഇൻട്രസ്റ്റിംഗ് ആണ് കണ്ടിരിക്കാൻ. അതേപോലെ പയ്യെ പറഞ്ഞാൽ മതി, ഞാൻ ഒന്ന് ആലോചിക്കട്ടെ. പണ്ടത്തെ പടങ്ങളൊക്കെ റിപ്പീറ്റ് ആയിട്ട് കാണുന്ന കുറേ സിനിമകൾ, ഇഷ്ടമുള്ള സിനിമകൾ, ഈ ദിലീപേട്ടൻ്റെ കുറേ സിനിമകളൊക്കെ എനിക്ക് ഇഷ്ടമുള്ള സിനിമകളാണ്. 5 പടങ്ങളൊന്നുമില്ല എനിക്ക്. ഞാൻ ബേസിക്കലി ഇത് ഓർമ്മ വെക്കാനുള്ള ഒരു കപ്പാസിറ്റി ഭയങ്കര കുറവാണ്. ഒരു സിനിമ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ പേര് അപ്പൊ അതുകൊണ്ടൊരു എന്താ പറയാ, അങ്ങനെ ഒരു പിന്നെ ഞാൻ ഒരുപാട് അങ്ങനെ സിനിമ ക്ലാസിക്കുകൾ അങ്ങനെ അധികം കണ്ടിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഇല്ല. അത് മനഃപൂർവ്വമല്ല. പക്ഷെ ലാസ്റ്റ് ഈ അടുത്ത് കണ്ടതിൽ എനിക്ക് വർക്കായ ഒരു മലയാള സിനിമ ഉണ്ട്. അത് ആ മലയാള സിനിമ എനിക്ക് കിഷ്കിണ്ടാകാന്ഡം ലാസ്റ്റ് ഇയറിന് എനിക്ക് മലയാളത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമയായിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത് ടോട്ടാലിറ്റിയിൽ. പിന്നെ അതാണ് വെരി റീസെൻറ്റ് നമ്മുടെ എനിക്ക് ഒരു കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയൊരു പടം. ഇപ്പോൾ ആലപ്പുഴ ജിംഖാനയിൽ റഹ്മാൻ റൈറ്ററാണ്, ഡയറക്ടറാണ്, പ്രൊഡ്യൂസറാണ്. മൂന്നും കൂടെ എങ്ങനെയാണ് മാനേജ് ചെയ്ത് കൊണ്ടുപോയത്? അത് ഒരുപാടുണ്ട് പറയാൻ. അത് അങ്ങനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഇപ്പം എൻ്റെ കൂടെ എനിക്ക് അതിൻ്റെതായ ഞാൻ ഒറ്റയ്ക്ക് ഇത് ചെയ്തതല്ലല്ലോ. ആസ് എ ഡയറക്ഷൻ എനിക്ക് എൻ്റെ ടീമുണ്ട്. എൻ്റെ അസോസിയേറ്റ് ഡയറക്ടേഴ്സ്, എൻ്റെ അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്നൊരു എൻ്റെ കൂടെയുള്ള എൻ്റെ രണ്ട് പടങ്ങളിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ എൻ്റെ കൂടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സോ എനിക്ക് അവരുടെ ഭാഗത്തുനിന്ന് വലിയൊരു സപ്പോർട്ടുണ്ട്. റൈറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലാണെങ്കിൽ ശ്രീനി എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു സുഹൃത്താണ്. ശ്രീനി തുടക്കം മുതൽ എൻ്റെ കൂടെ ഉണ്ട് സ്ക്രീൻ പ്ലേ എഴുതുന്നതിൻ്റെ. പിന്നെ രതീഷ് ജോയിൻ ചെയ്തു ഡയലോഗിന് വേണ്ടിയിട്ട്. ആ ഏരിയ എനിക്ക് എൻ്റെ സ്ട്രെങ്ത് ഡെവലപ്പായി. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊഡക്ഷനിൽ എനിക്ക് വിഷാദ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ ലൈൻ പ്രൊഡ്യൂസറുണ്ട്. പിന്നെ എൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള എൻ്റെ ബാക്കിയുള്ള ടീമുകൾ എല്ലാവരും ഉണ്ട്. അപ്പോൾ അവരും കൂടെ വരുന്ന സമയത്ത് അങ്ങനെ ഒരു ഒറ്റയ്ക്ക് നിന്നിട്ട് ഇതെല്ലാം ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. അപ്പോൾ ടീം വർക്കാണ്. പടം ചെറുപ്പക്കാരെ കുറിച്ചാണല്ലോ, ടീനേജേഴ്സ്. അപ്പോൾ റഹ്മാൻ വളർന്നത് കൊച്ചിയിലാണ്. അപ്പോൾ കൊച്ചിയിൽ ഏതെങ്കിലും ചെറുപ്പത്തിൽ കണ്ട് ഇടി ഇൻസ്പയർ ചെയ്ത് എഴുതിയാണോ? ഈ ടോട്ടൽ ഫിലിം തന്നെ 100% ഇൻസ്പയർ ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ബേസിക്കലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഇത് ചോദിച്ചുകൊണ്ടാണ് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സിനിമ ഇൻസ്പയർ ആവുന്നത് തന്നെ ഒരു റിയൽ ലൈഫ് ഇൻസിഡൻറ്റിൽ നിന്ന് തന്നെയാണ്. ഇത് എന്തുകൊണ്ടാണ് നേരത്തെ ഇദ്ദേഹം ചോദിച്ചുള്ളൂ എന്തുകൊണ്ടാണ് അങ്ങനെ കഥ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ബേസിക്കലി ഞാൻ വേറൊരു കഥ പറയട്ടെ. ഇത് ബേസിക്കലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ +2 പഠിക്കുന്ന സമയത്ത് ഞാനും എൻ്റെ സുഹൃത്തുക്കളും കൂടെ ഇതേപോലെ സെയിം ഒരു സാഹചര്യം ഉണ്ടാവുകയും ഞങ്ങൾ ഇതേപോലെ ബോക്സിങ് പഠിക്കാൻ ജോയിൻ ചെയ്യുകയും. അപ്പോൾ ആ സമയത്ത് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തുക്കളുണ്ട്, ഞങ്ങൾ കൂടെ ജോയിൻ ചെയ്ത സുഹൃത്തുക്കളുണ്ട്, ഒരുമിച്ച് പഠിക്കുന്നവരുണ്ട്. ഞങ്ങൾ ഇതേപോലെ ഡിസ്ട്രിക്ട് കോമ്പറ്റീഷനിൽ പങ്കെടുക്കുകയും അതിൽ ഞങ്ങൾ എങ്ങനെ വിൻ ചെയ്തു. ഞങ്ങളുടെ കൊച്ചിങ് ക്ലബ്ബ് എന്ന് പറഞ്ഞിട്ടൊരു ക്ലബ്ബുണ്ട് ഞങ്ങളുടെ കൊച്ചിയിൽ, കൊച്ചിങ് ക്ലബ്ബ്. അപ്പോൾ അവിടെയാണ് കൊച്ചിങ് ക്ലബ്ബാണ് എല്ലാ വർഷവും എല്ലാ തരത്തിലുള്ള ഇങ്ങനെ ഡിസ്ട്രിക്ട് കോമ്പറ്റീഷൻസ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ അവിടെയാണ് ഞങ്ങൾ പഠിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമൊക്കെ ആയിട്ട് അത് കഴിഞ്ഞു ഞങ്ങൾ സ്റ്റേറ്റ് കോമ്പറ്റീഷന് വേണ്ടി പങ്കെടുക്കാൻ വേണ്ടി എറണാകുളം ജില്ലയെ ബേസ് ചെയ്തിട്ട് ഞാനടങ്ങുന്ന ഒരു സംഘം ഇവിടെ നിന്ന് സ്റ്റേറ്റ് കോമ്പറ്റീഷന് പോവുകയും അവിടെ ഉണ്ടായിട്ടുള്ള മോസ്റ്റ് ഓഫ് ദ സിനിമയിലുള്ള സിനിമയ്ക്ക് വേണ്ടി ആഡ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് എന്നല്ലാതെ ഒരു 70 to 80% കുറേയൊക്കെ അവിടെ നമ്മൾ വിറ്റ്നസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളും. പിന്നെ എൻ്റെ കൂടെ ആ സമയത്ത് ഉണ്ടായിരുന്ന ആളാണ് ഈ സിനിമയുടെ ക്യാമറമാൻ. സോ ഹി നോസ് ദ സ്റ്റോറി, ദ എക്സ്പീരിയൻസ് എല്ലാം കൃത്യമായിട്ട് അറിയാം. അവൻ്റെ കൂടെ ഉണ്ടായിരുന്നവർ പല രൂപത്തിൽ പല ഡിപ്പാർട്ട്മെൻറ്റുകളിലായിട്ട് ഈ പോയ ആളുകൾ സിനിമയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ലൈക്ക് അപ്പോൾ അവർ വന്നു പോയിട്ടുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം സിനിമ അത്രയും ഭയങ്കര കുറച്ച് പേഴ്സണലാണ്. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞ പോലെ പ്രൊഡ്യൂസ് ചെയ്ത് എഴുതി ചെയ്യാനുള്ള എടുക്കുന്നൊരു കോൺഫിഡൻസ് അതുകൊണ്ടാണ്. അപ്പോൾ അതാണ് അതിൻ്റെ ഇതിപ്പോൾ ഇൻസ്പിറേഷൻ. മനസ്സിലായല്ലോ. പ്രൊഡ്യൂസ് ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാര്യം ചെയ്യും. ഇപ്പോൾ ഒരുപാട് പേര് ഇടയ്ക്ക് പറയാറുണ്ട്, അതായത് ഇപ്പോൾ ഒരുപാട് കോണ്ടന്റ് ഡ്രിവൺ ആണ് നമ്മുടെ ഇൻഡസ്ട്രി, കോണ്ടന്റ് ഡ്രിവൺ സിനിമകൾ വരുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും ചില ആസ്പയറിംഗ് ഡയറക്ടേഴ്സോ അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സോ പറയുന്നത് കോണ്ടന്റ് ഡ്രിവൺ സിനിമകളുടെ സ്ക്രിപ്റ്റുമായിട്ട് ഒരു പ്രൊഡ്യൂസറിൻ്റെ അടുത്ത് പോയാൽ ഇത് പ്രൊജക്റ്റായിട്ട് വരുമ്പോഴത്തേനും, കൊമേഴ്ഷ്യൽ പാർട്ട് വരുമ്പോഴത്തേനും ഇതൊരു കൊമേഴ്ഷ്യൽ സിനിമയായി മാറുന്നുണ്ട്. അല്ലെങ്കിൽ ചില എലമെൻറ്റ്സ് ഇതിനകത്ത് ഇവർക്ക് വിചാരിച്ച രീതിയിൽ വരുന്നില്ല. അപ്പോൾ എപ്പോഴെങ്കിലും ത്രൂ ഔട്ട് ഈ കരിയർ, അല്ലെങ്കിൽ ഇതിപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യാൻ തീരുമാനിച്ചത് നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ റഹ്മാനിക്കയുടെ ലൈഫായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള സാധനമാണ്.
അപ്പോൾ ഞാനത് പ്രൊഡ്യൂസ് ചെയ്തോളാം എന്ന്. ഓക്കെ, അത് 100% അപ്പോൾ ആ ഒരു കോണ്ടൻറ്റ് ഉണ്ട്, നമ്മൾ എന്താണോ കൺസീവ് ചെയ്ത് അത് ഇടാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ പൊതുവെ എല്ലാവരും പറയുന്നത് പ്രൊജക്റ്റായിട്ട് വരുമ്പോൾ കൊമേഴ്ഷ്യലി ഇത് വരുന്നുണ്ട്, ചേഞ്ച് വരുന്നുണ്ട്. അങ്ങനെ ചേഞ്ചസ് വരാറുണ്ടോ പൊതുവെ സ്ക്രിപ്റ്റുകളിൽ? ചേഞ്ചസ് ഇത് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. ഒരു സിനിമയ്ക്ക് ഒരു സ്ക്രിപ്റ്റ് ചെയ്തിട്ട് ഓക്കെ ഇനി ഇതിന് കൊമേഴ്ഷ്യൽ ആക്കാൻ വേണ്ടി ഇതിൽ ഇനി ഇങ്ങനെ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. ഇപ്പോൾ ഒരു ഫ്രഷേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇതാരാണ് നിങ്ങളോട് ഇതിങ്ങനെ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. ഒരു ഫ്രഷർ ആണോ സീനിയർ ആണോ എനിക്ക് ഇത് നിങ്ങളോട് ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തതെന്ന് എനിക്കറിയില്ല. ഒരു ബിഗിനേഴ്സിനാണ് കൂടുതലും ഇങ്ങനത്തെ സിറ്റുവേഷനിലൊക്കെ ഉണ്ടാകുമെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവർ ഒരു സിനിമയുമായിട്ട് അങ്ങനെ അത്ര അറിവില്ലാത്ത കൊമേഴ്ഷ്യൽ സിനിമ ഉണ്ടാക്കാനാണല്ലോ വരുന്നത്. അപ്പൊ അതെന്ന് പറയുന്നത് നമ്മൾ വർക്ക് ചെയ്തൊരു എക്സ്പീരിയൻസും കൂടെ അതിനെ സ്വാധീനിക്കുന്നുണ്ട് കൊമേഴ്ഷ്യൽ സിനിമ ഉണ്ടാക്കുന്ന സമയത്ത്. അപ്പോൾ അങ്ങനെ വരുന്നവർക്ക് അതിൽ നിന്ന് മാറി വരുന്നവർക്ക് ഒരു പക്ഷേ ഒരു ടീമിൽ വന്നതിന് ശേഷം പലരുടെയും ഇൻഫർമേഷൻസ് ഉണ്ടാവും, ഇതിങ്ങനെ ആയാൽ കുറച്ചും കൂടെ കൊമേഴ്ഷ്യൽ ആവും എന്ന് പറഞ്ഞിട്ട് നല്ല സിനിമകൾ ഉണ്ടായിട്ടുള്ള ചരിത്രങ്ങളുണ്ട്. ഒരു പക്ഷേ ചില സിനിമകൾക്ക് അത് മോശവും സംഭവിക്കാറുണ്ട്. ഡിപ്പെൻസ്. സോ ഒരു ഡയറക്ടറാണ്, അപ്പോൾ ഒരു റൈറ്റിംഗ് പേഴ്സൺ, അതായത് ഒരു സ്ക്രിപ്റ്റുമായിട്ട് ഒരാൾ വരികയാണ്. ഖാലിദ് റഹ്മാൻ എന്ന ഡയറക്ടറിനെ ആൾ എന്ത് ഹുക്ക് പോയിന്റിലാണ് അപ്രോച്ച് ചെയ്യേണ്ടത്? കഥയുണ്ടെന്ന് പറഞ്ഞിട്ട് ആ കഥ എങ്ങനെയായിരിക്കുന്നത്? കാരണം ഇപ്പൊ പറഞ്ഞു ഫിലിം കുറച്ചും കൂടി പേഴ്സണൽ ആണെന്ന് പറഞ്ഞു. അത് ഞാൻ ഈ സിനിമയുടെ കാര്യമാണ് പറഞ്ഞത്. എല്ലാ സിനിമയും അങ്ങനെ പേഴ്സണൽ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവുക? അപ്പൊ വരുന്ന ഒരു ഡയറക്ടർ എന്തായിരിക്കും ഹുക്ക് ചെയ്യേണ്ട ഒരു പോയിന്റ് ഉണ്ടാവുക? അല്ല, ഒരു റൈറ്റർ നമ്മളോടത്ത് ഒരു കഥ പറയാൻ വേണ്ടി സംസാരിക്കുന്ന സമയത്ത് നമ്മൾ രണ്ട് രീതിയിലാണ്. നമുക്ക് ഒരു കഥ പറയാനുണ്ടെന്ന് പറഞ്ഞു, ഓക്കെ നമുക്ക് കഥ ഉറപ്പായിട്ട് എല്ലാവർക്കും ഉണ്ട് ഒരു കഥ പറയാൻ വേണ്ടി. എന്താണ് നിങ്ങൾക്ക് പറയാനുള്ള കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യക്തമായിട്ട് പറയാനുണ്ടാകും. ഒരു ക്ലാരിറ്റി ആയിട്ട് നമ്മളുടെ അടുത്തൊരു ഐഡിയ പറയാൻ പറ്റി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് അതിൽ ഇൻവെസ്റ്റ് ചെയ്യാം, ടൈം ഇൻവെസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇനി അത് കേട്ടിട്ട് എങ്ങനെയാണ്, ബെറ്റർ ആണോ അതാണോ. ചില ടൈപ്പ് ഓഫ് ആളുകളുണ്ട്, ചെറിയൊരു തോട്ട് വരുമ്പോൾ തന്നെ എൻ്റെ ഒരു കഥയുണ്ട്, ബാക്കി ചേട്ടൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ അത്തരമുള്ള ഒരു കാര്യങ്ങളിൽ നിന്നും നമുക്ക് അധികം എൻ്റർടൈൻ ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മൾ കുറച്ച് പ്രൊഫഷണലായിട്ട് ഇതിനെ അപ്രോച്ച് ചെയ്യേണ്ടി വരും. കാരണം അങ്ങനെ അത്രയും സീരിയസ് ആയിട്ട് അപ്രോച്ച് ചെയ്തിട്ട് കണക്ട് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾക്ക് നമുക്ക് അധികം റൂം സ്പേസ് കൊടുക്കാൻ പറ്റില്ല. ബേസിക്കലി കഥ തന്നെയാണ് നമുക്ക് ഇൻട്രസ്റ്റിംഗ് ഹുക്ക് ചെയ്യുന്നത്. ആലപ്പുഴ ജിങ്കാനയ്ക്ക് ഈ ഡ്രസ് കോഡുമായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? സാഹോദര്യത്തിന്റെ, സമത്വത്തിന്റെ, ഒത്തൊരുമയുടെ മനപ്പൊരുത്തത്തിന്റെ ഒരുപാടുണ്ട് കഥ, ഒരുപാട് കഥ പറയാൻ. പറഞ്ഞിട്ടതാണോ? ഇത് പറഞ്ഞിട്ടൊന്നുമില്ല, ഇത് പറ്റിപ്പോയതാണ്. ഇത് പറ്റിപ്പോയതാണ്. ഏറ്റവും രസം സോഫയായിട്ട് വരെ മാച്ച് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. അത് പിന്നെ ഞങ്ങൾ അങ്ങനെയാണ്, ഞങ്ങൾ എവിടെ ചെന്നാലും മാച്ചിങ് ആയിരിക്കും. അതെ, ഐക്യം ഞങ്ങളുടെ ടീമിന്റെ ഐക്യമാണ് അതിലൂടെ ഞങ്ങൾക്ക് പറയാനുള്ളത്. ഹുണ്ട സിനിമയുടെ മേക്കിങ്ങിനകത്ത് ആ ഒരു മേക്കിംഗ് വീഡിയോയിൽ പറയണ്ടായി മമ്മൂക്ക ഒരാശം കൂടെ പോകണം. അപ്പോൾ റഹ്മാൻ പറയണ്ടായി വേണ്ട, പക്ഷെ മമ്മൂക്ക ഒന്നുകൂടെ പറയണ്ടായി ഇല്ല ഒന്നുകൂടെ പോട്ടെ. അപ്പോൾ ഓക്കെ എന്ന് റഹ്മാൻ പറഞ്ഞായിരുന്നു. അത് ഏത് സീനായിരുന്നു? അത് എനിക്ക് എക്സാക്ട്ലി ഓർമ്മയില്ല. കാരണം പെർട്ടിക്കുലർ. എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ അതൊരു ലോങ് ഷോട്ടാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നമ്മൾ ഒരു ലോറിയിൽ വന്നിട്ട് ക്യാമ്പിലേക്ക് വന്ന് കയറി ഇറങ്ങി കുറച്ച് ദൂരത്തേക്ക് നടന്നു പോകുന്നു. അപ്പോൾ ഡ്രോൺ ഫോളോ ചെയ്ത് വന്ന് ക്യാമറമാൻ അത് കയ്യിൽ ഹോൾഡ് ചെയ്ത് പിന്നെ അത് അങ്ങനെ ഫോളോ ചെയ്തിട്ടൊക്കെ പോകുന്നൊരു ഷോട്ടാണ്. കുറച്ച് അധികം ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഷോട്ടാണെന്ന് തോന്നുന്നു. അപ്പോൾ 2-3 തവണ നമ്മൾ പോയി. അപ്പോൾ ഇടയ്ക്ക് ക്യാമറ ഒന്ന് ജെർക്കായി. അപ്പോൾ ഞാനത് വിചാരിച്ചു അത് പോസ്റ്റ് പ്രൊഡക്ഷനിൽ നമുക്കത് പാച്ച് ചെയ്യാം, നമുക്ക് സ്റ്റെബിലൈസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്രയും ബുദ്ധിമുട്ടുണ്ടല്ലോ. അപ്പോൾ ഒന്നുമില്ല, കുറച്ചും കൂടെ നന്നായിട്ട് പോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. നമുക്ക് അതാണെന്ന് തോന്നുന്നു. ഓക്കെ, ഇനി നിങ്ങളോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാൻ നമ്മുടെ ഇവിടെ കുറച്ച് പേരുണ്ട്. മാഞ്ഞാലി SNGSTയിൽ 2 പേര് 2 കാസ്റ്റിംഗ് കോൾ കൊടുത്തു. അത് കഴിഞ്ഞ് 40 പേരോളം പേര് കൊടുത്തു. ആ 40 പേരും കല്യാണമാണെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു. അവസാനം ഒരു പയ്യൻ മാത്രം ബസ് സ്റ്റോപ്പിൽ പോയി നിന്ന് ഞാൻ പോണോ വേണ്ടോ എന്നിങ്ങനെ ആലോചിച്ചു. എന്നാൽ ശരി, ഏതായാലും അവിടം വരെ ചെന്നതല്ലേ, ഞാനെന്നാൽ പോയേക്കാം എന്ന് വിചാരിച്ച് അവൻ ചെല്ലുന്നു. ചെന്ന് കഴിയുമ്പോൾ അവനോട് ഇരിക്കാനായിട്ട് പറയുന്നു. അവൻ കസേര അവിടെ നോക്കി അവിടെ ഇവിടെ നോക്കിയിട്ട് ഇങ്ങനെ അവസാനം ഇരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ വെള്ളം കുടിക്കുന്നു. ഇതെല്ലാം കണ്ട ഉടനെ ഗിരീഷേടനെ ആ പയ്യനെ എടുക്കുന്നു. ആ പയ്യൻ നമ്മുടെ നസ്ലിനായിട്ട് ഇപ്പം മുന്നിലിരിക്കുന്നു. അപ്പം ആ ഒരു രീതിയിൽ
അപ്പൊ ആ ഒരു രീതിയിൽ ഇപ്പം കഥയെന്ന് ആലോചിച്ചോണ്ടിരിക്കണത്. നസലിന് ആ ഒരു കാലത്തിലേക്ക് ഇപ്പം എനിക്കറിയാം ഈ കഥ. അല്ല തിരിഞ്ഞു നോക്കുമ്പം നസലിന് എന്താണ് തോന്നുന്നത് ഇപ്പം ഈ ഒരു നല്ലൊരു ആക്ടറായിട്ട് ഇപ്പം നിൽക്കുമ്പം ഇപ്പം ആ പഴയ കാലത്തിലോട്ട് ഓർക്കുമ്പോൾ എന്താണ് നസലിന്? തീർച്ചയായിട്ടും വളരെ സന്തോഷമുണ്ട്, ഒരുപാട് ഭാഗ്യമുണ്ട്. അവിടെ എന്താ എടുത്ത തീരുമാനങ്ങൾ ശരിയായിരുന്നു, അല്ലെങ്കിൽ കറക്റ്റ് ട്രാക്കിലാണ് പോയത്. എന്നെ എന്താ സെലക്ട് ചെയ്ത ആൾക്കാർക്ക് ആ ഒരു തോട്ട് ആ സമയത്ത് എന്നെ സെലക്ട് ചെയ്യാൻ തോന്നിയത് അതെന്തോ ഭാഗ്യമാണ്, എൻ്റെ ഭാഗ്യമാണ്. അപ്പോൾ ഒത്തിരി കാര്യങ്ങളുണ്ട് ആലോചിക്കുമ്പോൾ. ഇങ്ങനെ കഥ പറഞ്ഞപ്പോഴാണ് ഞാനും ആലോചിക്കുന്നത്. ശരിക്കും അങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 40 പേരൊന്നും ഇല്ലാന്ന് തോന്നുന്നു, ഒരു 10-20 പേരൊക്കെ ഇതിൽ കുറച്ച് ഇങ്ങനെ മറ്റേ അല്ല ഞാൻ ഗിരീഷേട്ടനെ ഒരു ഇതിൽ പറഞ്ഞത് വെച്ച് ഞാൻ പറഞ്ഞത് 40 പേര് അവര് കുറെ പേര് പോയി. എന്നെ അവര് ഈ വെള്ളം കുടിക്കുന്ന കണ്ടിട്ടും അല്ലെങ്കിൽ അങ്ങനെ ഞാൻ വെറുതെ പൊട്ടം കളിക്കുന്ന കണ്ടിട്ടും അല്ല അവര് എടുത്തത്. അത് ഫസ്റ്റ് റൗണ്ട് ഓഡിഷൻ കഴിഞ്ഞ് അത് കഴിഞ്ഞ് പിന്നെ ചാലക്കുടിയിൽ ഒരു 10-15 ദിവസം അതിന്റെ ഫിൽട്രേഷൻ ഉണ്ടായിരുന്നു. ഒരു 10-30 പേരെ സെലക്ട് ചെയ്തിട്ട് അതിൽ നിന്നും ഫിൽട്ടർ ചെയ്തിട്ടാണ് ഒരു 7-8 പേര് ഞങ്ങൾ എടുത്തത്. അപ്പോൾ അതെല്ലാം ആ സീൻസും കാര്യങ്ങളും എല്ലാം ചെയ്യിപ്പിച്ച് നോക്കിയിട്ട് അവർക്ക് പെർഫോമൻസും കൂടി ഓക്കെ ആയപ്പോഴാണ് വന്നത്. ഒരു കാര്യം കൂടെ, നസലിന് മധുരരാജയില് ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് അഭിനയിച്ചപ്പോഴുള്ള എക്സ്പീരിയൻസ് എന്ന് പറയാം. അല്ല, അത് ഭയങ്കര, ഞാൻ മമ്മൂക്കാനെ കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അങ്ങനെ ഒരു സിനിമ അല്ലെങ്കിൽ സിനിമയോടുള്ള താല്പര്യം കാരണമൊന്നുമല്ല, മമ്മൂക്കാനെ കാണുക എന്നുള്ള ഇതിൽ മാത്രം വേണ്ടി പോയതാ. അത് കണ്ടു, അടുത്ത് നിന്ന് കണ്ടു, അകലെ നിന്ന് കണ്ടു. അല്ല, അതെനിക്കിപ്പോഴും ഭയങ്കര എക്സ്പീരിയൻസ്. ആ ഒരു ദിവസം ഇപ്പോഴും മറക്കാൻ പറ്റാത്തൊരു ദിവസവും എപ്പോഴും ചെറിഷ് ചെയ്യുന്നൊരു ദിവസമാണ്. ഇപ്പം ഈ അടുത്ത് ഞാൻ മമ്മൂക്കാരനൊക്കെ ആയിട്ട് കൂടുതൽ അടുത്ത് ഇടപഴകുന്നുണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് പരസ്പരം അറിയാം, മമ്മൂക്കാക്ക് എന്നെ അറിയാം എന്നൊക്കെ ഞാൻ ആലോചിക്കുമ്പോൾ ഭയങ്കര ഗാലിരിക്കലാണ്. അതായത് നമുക്ക് പ്രധാനമായിട്ട് അറിയാവുന്ന ഈ അനുരാഗ കരിക്കും വെള്ളത്തിന് ശേഷമുള്ള ഗാലിരിക്കലായിരുന്നു നമുക്ക് എല്ലാവർക്കും നല്ലത് അറിയാവുന്ന. പക്ഷെ അതിനു മുമ്പ്, അതായത് ഈ സപ്തമി സ്ത്രീ തസ്കരയിലൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ കണ്ടായിരുന്നു. അതുപോലെ തന്നെ പറവയിലൊക്കെ ചെറുതായിട്ട് അങ്ങനെ കണ്ടിട്ടുണ്ട്. അപ്പൊ അതിനു മുമ്പ് അലിക്ക എങ്ങനെയായിരുന്നു? അതായത് ഇല്ല, ഞാൻ അസിസ്റ്റ് ചെയ്തിട്ടാണ്. ഞാൻ 2012 ഉസ്താദ് ഹോട്ടൽ എന്ന് പറയുന്ന സിനിമയിൽ അൻവർ റഷീദിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടാണ്. ഖാൻ്റെ കൂടെയാണ് ഞാൻ ആദ്യമായിട്ട് അസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. അതിനുശേഷം ഈ പറയുന്ന നിങ്ങൾ കണ്ടു എന്ന് പറഞ്ഞ എല്ലാ സിനിമകളിലും ഞാൻ ഡയറക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്തിട്ടുള്ളതുകൊണ്ട് മാത്രം അതിൽ കാണുന്നതാണ്. കാരണം പല സാഹചര്യങ്ങളുണ്ടാവും. ഒരു അസിസ്റ്റൻറ്റ് ഡയറക്ടർ എന്ന് പറയുമ്പോൾ എന്തിനും റെഡി ആയിരിക്കണം നമ്മൾ എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന ഒരു ഇൻഫർമേഷൻ. അപ്പോൾ അഭിനയിക്കണോ, റെഡി, അങ്ങനെ സംഭവിച്ചു പോകുന്ന. ഉസ്താദ് ഹോട്ടലിന് ശേഷം ഞാൻ കുറച്ച് ഡയറക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്തു. അത് അങ്ങനെ വർക്ക് ചെയ്ത് തന്നെയാണ് ഫസ്റ്റ് സിനിമയിലേക്ക് വരുന്നത്. ഒരു ചോദ്യം കൂടെ, അതായത് സ്ക്രിപ്റ്റ്, ഇപ്പം ജീത്തു ജോസഫ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് സ്ക്രിപ്റ്റ് ആണ് സിനിമയുടെ നട്ടെല്ലെന്നുള്ളത്. അപ്പം ഗാലിക്കയുടെ അഭിപ്രായം എന്താണ്? സ്ക്രിപ്റ്റ് ഒരു സിനിമയുടെ കഥ എന്ന് പറയുന്നതിന്റെ അടിത്തറയാണോ? അതാണോ സിനിമ? അതോടുകൂടി സിനിമ ഒരു സ്ക്രിപ്റ്റ് പെർഫെക്റ്റ് ആണെങ്കിൽ ആ സിനിമയുടെ ഒരു പകുതിയോളം റെഡിയായി എന്നാണ് ഒരു വിശ്വാസമുണ്ട്. എനിക്ക് ഇപ്പോൾ ജിത്തു ചേട്ടൻ പറഞ്ഞതിന് ഒരു കൗണ്ടർ ഡയലോഗായിട്ടൊന്നുമല്ല എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്ന സിനിമ എന്താണോ അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എന്താണ് അതിൻ്റെ നട്ടെല്ലെന്നുള്ളത്. ഇപ്പോൾ കുറച്ച് എന്താ പറയുക, ലിറ്ററേച്ചറൊക്കെ ഉള്ള നമ്മളുടെ ഒരു ഓൾഡ് സ്കൂൾ സിനിമകൾ ടൈപ്പ് ഉള്ള സിനിമകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സ്ക്രീൻ പ്ലേ അതിൻ്റെ ഭയങ്കര ബേസിക് തന്നെയാണ്. പിന്നെ ആക്ടേഴ്സ് അങ്ങനെ പുൾ ഓഫ് ചെയ്യുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ മോഡേൺ സിനിമയിലേക്ക് വരുമ്പോൾ ടെക്നോളജിനെ കൂടെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യേണ്ടിയിരിക്കും, ആക്ടേഴ്സിനെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യേണ്ടിയിരിക്കും. അപ്പോൾ അങ്ങനെ എനിക്കറിയില്ല, അതാണ് അതിൻ്റെ വേരിയേഷൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്റെ ചോദ്യം നസ്ലിൻ ആദ്യമായിട്ട് ഒരു ആക്ഷൻ പടം ചെയ്യുകയാണ്. ഇപ്പൊ റഹ്മാനൊക്കെ വിളിച്ചപ്പം എത്രത്തോളം ത്രില്ഡ് ആയിരുന്നു? ഒരു ആക്ഷൻ പടം ചെയ്യുന്നു, ആക്ഷൻ ഉണ്ട്, സംഗീത മ്യൂസിക് എല്ലാം ഉണ്ട്, എന്നാൽ ഒരു ആക്ഷൻ ആദ്യമായിട്ട് ചെയ്യുകയാണ്. അപ്പൊ എത്രത്തോളം ത്രില്ഡ് ആയിരുന്നു? കോൺഫിഡൻസ് എത്രത്തോളം ഉണ്ടായിരുന്നു? ഇതൊരു കോമഡി പടമാണ് സത്യം പറഞ്ഞ. എന്റെ ഏരിയ എന്നാലും കുറച്ചൊക്കെ ഉണ്ടല്ലോ. ഉണ്ട്. അത് അതിന് പറഞ്ഞിരുന്നു ഇങ്ങനെ എനിക്ക് ആദ്യമായിട്ടൊരു ആക്ഷൻ ചെയ്യുന്നൊരു പടമാണെന്ന് പറഞ്ഞിരുന്നു. അല്ല, ആക്ഷൻ സീക്വൻസ് ഇതേപോലെ ഷൂട്ട് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അതിൽ പക്ഷെ ഇൻവോൾവ് ചെയ്യുന്നത് ആദ്യമായിട്ടാണ്, അത് എക്സ്പീരിയൻസ് ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും അതിലുണ്ടെന്ന് തോന്നുന്നു. ആൾക്കാരെ കണ്ട് ക്ഷമിക്കുക, തുടക്കമാണ്. ക്ഷമിക്കാനാ അല്ല, അത് എന്താ, എനിക്കും ഭയങ്കര
നല്ലൊരു പരിപാടിക്ക് വേണ്ടിയിട്ട് ഇതിനു മുമ്പും സ്ക്രിപ്റ്റുകൾ കേട്ടിട്ടുണ്ട്, ആക്ഷൻ പരിപാടികളൊക്കെയുള്ള സ്ക്രിപ്റ്റുകൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാനും വെയിറ്റിംഗ് ആയിരുന്നു ഒരു റൈറ്റ് സാധനത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ അത് എനിക്ക് കഥ കേട്ട് കഴിഞ്ഞപ്പോൾ, ക്യാരക്ടർ കേട്ട് കഴിഞ്ഞപ്പോൾ അത് തോന്നി ഇത് ചെയ്താൽ നന്നായിരിക്കും എന്ന് തോന്നി. ആസ് എൻ ആക്ടർ എന്നുള്ളൊരു അഭിപ്രായം, ആസ് എ ഡയറക്ടർ എന്നുള്ള രീതിയിൽ ഇരിക്കാനെ പറ്റിയിട്ടൊരു ആസ് എൻ ആക്ടർ എന്ന് പറയുമ്പോൾ പയ്യൻ കൊള്ളാടാ, കുഴപ്പമില്ല. ബട്ട് കുറച്ചും കൂടെയൊക്കെ ഇമ്പ്രൂവ് ആവാനുണ്ട് പല ഏരിയകളിലും. പിച്ച വെച്ച് തുടങ്ങുന്നല്ലേ ഉള്ളൂ. അതെ, അങ്ങനെ കുറച്ചും കൂടെ ബെറ്റർ ആയ നന്നായിരിക്കും. ഫ്യൂച്ചറിൽ ബെറ്റർ ആവേണ്ടതാണ്. സമാധാനമല്ലോ. ഒരു ഡയറക്ടറിനെ പറ്റിയിട്ട് പറയാം. ഇപ്പൊ കുറെ ഡയറക്ടേഴ്സിനെ അല്ല, എനിക്ക് ഒത്തിരി ഇനിയും വർക്ക് ചെയ്യാൻ ആഗ്രഹമുള്ള ഡയറക്ടേഴ്സിൽ ഒരാളാണ് റഹ്മാൻ ക. അതിന് ഭാഗ്യം ഉണ്ടാവട്ടെ ഇനിയും. അല്ലേ, പബ്ലിക്കായിട്ട് ചാൻസ് ചോദിച്ചാ അല്ല, നമുക്ക് ഇഷ്ടമുള്ള കൊണ്ടാണല്ലോ അങ്ങനെ ഒരു ഫീല് വരുന്നത്. ഇനിയും വർക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ എന്താ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് അങ്ങനെ തന്നെ പോട്ടെ. രണ്ടുപേരുടെയും നെക്സ്റ്റ് അപ്കമിങ് പ്രോജക്ട്സ് ചെറിയൊരു ബ്രീഫ് മതി. ആലപ്പുഴ ജിംഖാന അതറിയാം. ആലപ്പുഴ ജിംഖാനയ്ക്ക് ശേഷം അത് അപ്പൊ തീരുമാനിക്കും. നസ്ലിൻ പറയടാ. അവനുണ്ട് കുറെ പടമുണ്ട്, തുറന്ന് പറ. ഇല്ല, അത് ഓൾറെഡി ഇപ്പോൾ പരിപാടികൾ ലൈനപ്പിൽ നിൽക്കുന്നുണ്ട്. അത് ഒന്നും പുറത്ത് ഇപ്പോൾ അഭിചേട്ടൻ്റെ ഒരു പടം മുകുന്ദനുണ്ണി അസോസിയേറ്റിൻ്റെ, അത് കുറേ മുമ്പ് അനൗൺസ് ചെയ്തിട്ടാ, മോളിവുഡ് ടൈംസ് എന്ന് പറഞ്ഞിട്ട്. പിന്നെ പ്രേമലു 2 ഉണ്ട്, പിന്നെ വേറെയും ഉണ്ട്, വരുന്നുണ്ട്. ഖാലിദ് റഹ്മാൻ പൃഥ്വിരാജ് കോംബോ വരുന്നുണ്ട് എന്ന് ഇങ്ങനെ കേട്ടു. ഇല്ല, അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ മൂപ്പരുടെ കൂടെ ഞാൻ ഇതിനു മുമ്പും ഒരുപാട് കഥകൾ നമ്മളിങ്ങനെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഡിസ്കഷൻ സംഭവിക്കുമ്പോൾ ഇതേപോലെ ഇതേപോലെ ഒരു ദിവസം മമ്മൂക്കാനെ കാണാൻ വേണ്ടി മമ്മൂക്കാൻ്റെ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇക്കാനൊന്ന് കണ്ടേക്കാന്ന് വെച്ചാൽ ഇക്കാൻ്റെ വീട്ടിൽ പോയതാ. പിറ്റേ ദിവസം ന്യൂസിൽ വന്നു ഞാനും മമ്മൂട്ടിയായിട്ട് പടം ചെയ്യാന്ന്. ഞാൻ വീട്ടിലേക്കൊന്ന് പോയിട്ടേ ഉള്ളൂ. അപ്പോൾ പക്ഷെ ഉറപ്പായിട്ട് ഇവരുടെ കൂടെയൊക്കെ സിനിമ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഡിസ്കഷൻസ് സംഭവിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇത്രയും നേരം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് നമുക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള വെരി ഫേവറേറ്റ്സ് ആയിട്ടുള്ള ഖാലിദ് റഹ്മാൻ ആൻഡ് നസ്ലിൻ ആണ്. അപ്പോൾ ഇത്രയും നേരം നമ്മുടെ കൂടെ അപ്കമിങ് മൂവി ആയിട്ടുള്ള ആലപ്പുഴ ജിംഖാനനെ പറ്റി എല്ലാ വിശേഷങ്ങളും ഷെയർ ചെയ്തു. ആലപ്പുഴ ജിംഖാന നല്ല അടിപൊളി പടമായിരിക്കട്ടെ എന്ന് നമ്മൾ വിഷ് ചെയ്യാണ്. ആൻഡ് ഇത്രയും നേരം നമ്മുടെ കൂടെ ഇരുന്ന് സംസാരിച്ചതിൽ ഒരുപാട് താങ്ക് യു. താങ്ക് യു സോ മച്ച്.